ജസ്റ്റിസ് കൃഷ്ണയ്യരുടെ ചിത്രം ആലേഖനം ചെയ്ത ഫലകം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഡോക്ടർ N.K. ജയകുമാർ അവർക്ക് നൽകുന്നു. അടുത്തതായി 2024 ജസ്റ്റിസ് VR കൃഷ്ണയ്യർ അവാർഡിന് അർഹനായിരിക്കുന്നത് പ്രശസ്ത മാധ്യമപ്രവർത്തകനായ ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണനാണ്. അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ജസ്റ്റിസ് VR കൃഷ്ണയ്യരുടെ ചിത്രം ആലേഖനം ചെയ്ത ഫലകം. അടുത്തതായി ഡോക്ടർ N.K. ജയകുമാറിന് സൈറ്റേഷൻ, നിയമപണ്ഡിതൻ, നിയമഗ്രന്ഥകർത്താവ്, നിയമോപദേഷ്ടാവ് എന്നീ നിലകളിൽ ചിരസ്മരണീയ സംഭാവനകൾ, വൈസ് ചാൻസലറായും നിയമസഭാ സെക്രട്ടറിയായും നൈപുണ്യമായ ഭരണവൈഭവം, ജസ്റ്റിസ് VR കൃഷ്ണയ്യരുടെ ആത്മമിത്രം പ്രൊഫസർ ഡോക്ടർ N.K. ജയകുമാറിന് രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക യാഥാർത്ഥ്യങ്ങൾ സൂക്ഷ്മമായി പകർത്തിയ മാധ്യമ പ്രവർത്തകൻ, അക്ഷരങ്ങളെ സാമൂഹിക ഇടപെടലുകൾക്കുള്ള സമരായുധമായി സഹോദരീ സഹോദരന്മാർ, ദ ലോ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിലുള്ള അവാർഡ് സമർപ്പണ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ. ഓരോ വർഷവും പ്രഗത്ഭരായവർക്കാണ് ഈ പുരസ്കാരം ലഭിക്കുന്നത്. ഇതിൻ്റെ അന്തസ്സിൻ്റെ മാറ്റ് കൂട്ടുകയാണ്. പ്രസിദ്ധ നിയമജ്ഞനും ഇവിടെ പ്രസ്താവിച്ചതുപോലെ നിയമ അധ്യാപകനുമായ ഡോക്ടർ N.K. ജയകുമാറിന് 2023 പ്രശസ്ത മാധ്യമ പ്രവർത്തകനായ ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണന് 2024 പുരസ്കാരങ്ങളാണ് നൽകിയത്. എല്ലാവിധത്തിലും അർഹരായവരാണ് ഇവർ എന്നുള്ളത് കൊണ്ട് തന്നെ ഈ അവാർഡിൻ്റെ യശസ് ഉയരുകയാണ്. ജസ്റ്റിസ് VR കൃഷ്ണയ്യരും മാധ്യമങ്ങളുടെ സ്വയംഭരണവും എന്ന വിഷയത്തെക്കുറിച്ച് അവാർഡ് സമർപ്പണത്തിന് അനുബന്ധമായി ഒരു സെമിനാർ നടന്നു വന്നത് ചടങ്ങിനെ കൂടുതൽ അർത്ഥപൂർണവും സമ്പുഷ്ടവുമാകുന്നു. ബഹുമാനരായ ജസ്റ്റിസ് അനിൽകുമാർ, ജസ്റ്റിസ് N. നഗരേഷ് എന്നിവരുടെ സാന്നിധ്യം ഈ ചടങ്ങിനെ കൂടുതൽ ധന്യതയുള്ളതുമാക്കുന്നു. നിയമം കൊണ്ട് ആത്യന്തികമായി ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് എല്ലാവർക്കും നീതി ലഭിക്കുക എന്നതാണ്. മഹത്വപൂർണമായ ആ ലക്ഷ്യത്തിൻ്റെ സാക്ഷാത്കാരത്തിന് ജുഡീഷ്യറി മാത്രം വിചാരിച്ചാൽ പോരാ. സമൂഹത്തിൽ ഇടപെടുന്ന സാമൂഹ്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ ഇക്കാര്യത്തിൽ അവബോധം സൃഷ്ടിക്കാൻ അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുകയും വേണം. ആ തരത്തിലുള്ള പ്രവർത്തനമാണ് ദ ലോ ട്രസ്റ്റ് നടത്തിപ്പോരുന്നത്. അത് മുൻനിർത്തി ലോ ട്രസ്റ്റിനെ അഭിനന്ദിക്കട്ടെ. അജ്ഞാനത്തിലും അന്ധകാരത്തിലും അകപ്പെട്ടു പോകുന്ന ഒരു ജനത എല്ലാവിധത്തിലുമുള്ള ചൂഷണങ്ങൾക്ക് തുടരെ ഇരയായിക്കൊണ്ടിരിക്കും. ആ ചൂഷണം അവസാനിപ്പിക്കുന്നതിൽ നിയമസംബന്ധമായ ബോധവൽക്കരണം വളരെ പ്രധാനപ്പെട്ട പങ്കാണ് വഹിക്കുന്നത്. ഇക്കാര്യം മനസ്സിലാക്കി തുല്യനീതിയും നിയമബോധവൽക്കരണവും ലക്ഷ്യമാക്കി സമൂഹത്തിൽ ഇടപെട്ടു പോരുകയാണ് ദ ലോ ട്രസ്റ്റ് ചെയ്യുന്നത്. സ്കൂളുകളിലും മറ്റും നടത്തിവരുന്ന സെമിനാറുകൾ, പ്രൊഫഷണൽ സ്കിൽ വികസിപ്പിക്കാനുള്ള പരിപാടികൾ,
അഭിഭാഷകർക്കുള്ള പരിശീലന സംവിധാനങ്ങൾ, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള ബോധവൽക്കരണ പരിപാടികൾ, അർഹതപ്പെട്ടവർക്ക് നിയമസഹായം നൽകൽ, നിയമസംബന്ധിയായ പുസ്തകങ്ങളുടെ പ്രസിദ്ധീകരണം, ഇങ്ങനെ വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ചു പോരുന്നുണ്ട് ലോ ട്രസ്റ്റ്. അത്തരത്തിൽ ഉയർന്ന സാമൂഹ്യ ബോധത്തോടെ ലോ ട്രസ്റ്റ് സമൂഹത്തിൻ്റെ ക്ഷേമത്തിനു വേണ്ടി അസാധാരണമായ തലത്തിൽ പ്രവർത്തിച്ചു വരുന്ന വ്യക്തികൾക്ക് ജസ്റ്റിസ് വി.ആർ. കൃഷ്ണയ്യരുടെ പേരിൽ പുരസ്കാരം നൽകുക കൂടി ചെയ്യുന്നുവെന്ന് കാണുന്നത് സന്തോഷകരമാണ്. ഇവിടെ പ്രസ്താവിച്ചതുപോലെ നിരവധി സർവകലാശാലകൾ, അത് രാജ്യത്തിനകത്തും പുറത്തുമുള്ള സർവകലാശാലകളിൽ അധ്യാപനം നടത്തിയിട്ടുണ്ട് ഡോക്ടർ N.K. ജയകുമാർ. അവിടങ്ങളിലെ നിയമ പഠന സിലബസ് കാലികവും ഗുണപരവുമായ നിലയിൽ പരിഷ്കരിക്കുന്നതിൽ അദ്ദേഹം സവിശേഷ ശ്രദ്ധ പതിപ്പിച്ചിട്ടുണ്ട്. വൈസ് ചാൻസലർ, നിയമസഭാ സെക്രട്ടറി, നിയമഗ്രന്ഥകർത്താവ്, നിയമ ഉപദേഷ്ടാവ്, ഈ നിലകളിലൊക്കെ അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകൾ സമാനതകളില്ലാത്തതാണ്. ലോ കോളേജുകളിൽ നിയമസഹായ ക്ലിനിക്കുകൾ ആരംഭിക്കുന്നതിലും കേരളത്തിൽ പഞ്ചവത്സര LLB വിജയകരമായി ആവിഷ്കരിക്കുന്നതിനും കേരള സർവകലാശാലയുടെ നിയമവകുപ്പിനെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഒന്നാക്കി മാറ്റുന്നതിലും അദ്ദേഹം വഹിച്ച പങ്ക് എടുത്തു പറയണം. ഇൻ്റേണൽ മൂല്യനിർണ്ണയവും സെമസ്റ്റർ സമ്പ്രദായവും ഉൾപ്പെടെയുള്ള പരിഷ്കാരങ്ങൾ നിയമവിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവരുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ഡോക്ടർ ജയകുമാർ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലെ വിവിധങ്ങളായ സർവകലാശാലകളിൽ നിയമപഠന പരിഷ്കാരത്തിനായി നിയുക്തനായിട്ടുണ്ട്. കേരള നിയമസഭാ സെക്രട്ടറി എന്ന നിലയിൽ സവിശേഷമായ പ്രവർത്തനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. അദ്ദേഹം നിയമസഭാ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ച ഘട്ടത്തിലാണ് കേരളത്തിലെ നിയമനിർമ്മാണത്തിൻ്റെ 50 വർഷങ്ങൾ എന്ന കൃതി പ്രസിദ്ധീകൃതമായത്. അതാകട്ടെ എല്ലാ കാലത്തെയും വിദ്യാർത്ഥികൾക്ക് ആശ്രയിക്കാവുന്ന ഗവേഷണ വിഷയങ്ങളടങ്ങിയ ആധികാരികമായ റഫറൻസ് ഗ്രന്ഥമായി നിലനിൽക്കും. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി വാദിക്കുന്നതും ജനാധിപത്യ മതനിരപേക്ഷ മൂല്യങ്ങളെ സംരക്ഷിക്കുന്നതുമായ നൂറുകണക്കിന് ലേഖനങ്ങളിലൂടെ അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ സമൂഹത്തിൻ്റെ നവീകരണത്തിന് വഹിച്ച പങ്ക് ചെറുതല്ല. നിയമ അധ്യാപന രംഗത്ത് അരനൂറ്റാണ്ട് പൂർത്തിയാകുന്ന ഘട്ടത്തിലാണ് ഡോക്ടർ N.K. ജയകുമാറിന് അദ്ദേഹം ഗുരുവായി ആദരിക്കുന്ന ജസ്റ്റിസ് വി.ആർ. കൃഷ്ണയ്യരുടെ പേരിലുള്ള പുരസ്കാരം ലഭിക്കുന്നത് എന്നത് എടുത്തു പറയേണ്ടതാണ്. ഭരണഘടനാ മൂല്യങ്ങൾ, പ്രത്യേകിച്ച് ജനാധിപത്യം, മതനിരപേക്ഷത എന്നിവ സംബന്ധിച്ച മൂല്യങ്ങൾ സമൂഹത്തിൽ നിലനിൽക്കുകയും അതിജീവിക്കുകയും ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്താൻ തൻ്റെ പത്രപ്രവർത്തന ജീവിതത്തെ സമർത്ഥമായ ഇടപെടൽ ശക്തിയായി ഉപയോഗിച്ച പ്രമുഖ മാധ്യമപ്രവർത്തകനാണ് ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ. ദേശാഭിമാനിയിൽ പത്രപ്രവർത്തനം ആരംഭിച്ച അദ്ദേഹം ദ ഹിന്ദു ഗ്രൂപ്പ്, ദ ടെലിഗ്രാഫ് എന്നീ അച്ചടി മാധ്യമങ്ങളിലും ഇന്ത്യൻ മിഷൻ മുതൽ BBC വരെയുള്ള ഇലക്ട്രോണിക് മാധ്യമങ്ങളിലും സജീവ സാന്നിധ്യമായി. കേരള നിയമസഭയുടെ സഭാ TV-യുടെ പ്രാരംഭത്തിൽ അതുമായും വെങ്കടേഷ് സഹകരിച്ചിരുന്നു. നമ്മുടെ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ശബ്ദമാണ് അദ്ദേഹത്തിൻ്റെ മാധ്യമപ്രവർത്തനത്തിൽ മുഴങ്ങി നിന്നത്. ചരിത്രത്തിൽ അടയാളപ്പെട്ടു നിൽക്കുന്ന ബാബറി മസ്ജിദ് തകർക്കലടക്കമുള്ള അവയെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നതിലൂടെ നിരവധിയായ രാഷ്ട്രീയ ലേഖനങ്ങളിലൂടെ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ പുരോഗമനപരമായി ഇടപെട്ടതിലൂടെ
വെങ്കടേഷ് രാമകൃഷ്ണൻ്റെ വ്യക്തിത്വം വേറിട്ട് നിൽക്കുന്നു. ഇപ്പോൾ ഏഡൻ എന്ന ബഹുഭാഷാ പോർട്ടലിനെ നയിക്കുന്ന അദ്ദേഹം വളരെ കൃത്യമായി ജനാധിപത്യ മതനിരപേക്ഷ മൂല്യങ്ങളിൽ അടിയുറച്ചു നിൽക്കുന്ന മാധ്യമ പ്രവർത്തനം എങ്ങനെ ഈ കാലത്തിന് അനിവാര്യമാകുന്നു എന്നത് മാധ്യമ സമൂഹത്തിനാകെ ചൂണ്ടിക്കാട്ടിക്കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ നീതിന്യായ മനസാക്ഷിയുടെ സംരക്ഷകനായി ഉയർന്നു നിന്ന ജസ്റ്റിസ് വി.ആർ. കൃഷ്ണയ്യരുടെ സ്മരണ ഈ അവാർഡുകൾക്കൊപ്പം ഈ ചടങ്ങിനെ ധന്യമാക്കുന്നു. സാമൂഹിക രാഷ്ട്രീയ കാര്യങ്ങളിൽ വി.ആർ. കൃഷ്ണയ്യർക്ക് പറയാനുള്ളതിനായി കേരളമെന്നും കാതോർത്തു നിന്നിരുന്നു. സ്വാർത്ഥത സ്പർശമില്ലാത്തതും സമൂഹത്തിന് ഉപയുക്തമാകുന്നതുമായ അഭിപ്രായങ്ങളെ അദ്ദേഹത്തിൽ നിന്നുണ്ടാകൂ എന്നും അത് ഇരുട്ടിൽ വഴികാട്ടാൻ പോരുന്നതാണ് എന്നുമുള്ള ബോധ്യം ജനങ്ങളെ നയിച്ചിരുന്നു. സമൂഹത്തിലെ മാറ്റി നിർത്തപ്പെടുന്നവർക്ക് വേണ്ടി നിയമരംഗത്തടക്കം നിലകൊണ്ട അദ്ദേഹം എല്ലാ അർത്ഥത്തിലും നിശബ്ദരാക്കപ്പെട്ടവരുടെ ശബ്ദമായിരുന്നു. നിയമ നീതിന്യായ മണ്ഡലങ്ങളിലെ ദീപസ്തംഭം എന്ന നിലയിൽ വിശേഷിപ്പിക്കപ്പെടുന്ന അധികം പേർ നമുക്കില്ല. അധികമില്ലാത്ത ആ വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ നിലയിൽ മുഖ്യസ്ഥാനമുണ്ടായിരുന്നു ജസ്റ്റിസ് വി.ആർ. കൃഷ്ണയ്യർക്ക്. അദ്ദേഹത്തിൻ്റെ വിധി തീർപ്പുകളും നീതിന്യായ പരാമർശങ്ങളും എക്കാലവും നിയമവിദ്യാർത്ഥികളുടെ റഫറൻസ് കൃതികളായി നിലനിൽക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. EMS മന്ത്രിസഭയിൽ നിയമം, ജയിൽ, സാമൂഹ്യക്ഷേമം എന്നീ വകുപ്പുകളുടെ ചുമതലക്കാരനായിരുന്ന ജസ്റ്റിസ് വി.ആർ. കൃഷ്ണയ്യർ പിൽക്കാലത്ത് കേരള ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ജഡ്ജിയായി സേവനമനുഷ്ഠിച്ചു. ഓരോ വിധി തീർപ്പും സാമൂഹ്യ വീക്ഷണത്തോടെയാകണം എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് വലിയ നിഷ്കർഷയുണ്ടായിരുന്നു. ഈ വിധത്തിൽ അനീതിക്കും ചൂഷണത്തിനുമെതിരെ പൊരുതുകയും സാമൂഹ്യ നീതി ഉറപ്പാക്കാനായി വിധിന്യായങ്ങളെ ഉപയോഗിക്കുകയും ചെയ്ത മറ്റൊരു ജഡ്ജിയെ ചൂണ്ടിക്കാട്ടാനാകില്ല എന്ന് ജസ്റ്റിസ് വി.ആർ. കൃഷ്ണയ്യരെ മുൻനിർത്തി ജസ്റ്റിസ് P.N. ഭഗവതി ഒരിക്കൽ പറഞ്ഞത് മറക്കാനാവുന്നതല്ല. ജസ്റ്റിസ് P.N. ഭഗവതിയുടെ വാക്കുകളിലുണ്ട് ജസ്റ്റിസ് വി.ആർ. കൃഷ്ണയ്യരുടെ വ്യക്തിത്വമാകെ. ഒരവസരത്തിൽ AKGക്ക് വേണ്ടി കോടതിയിൽ ഹാജരായി കേസ് വാദിച്ചതിൻ്റെ തൊട്ടടുത്ത ദിവസം കൃഷ്ണയ്യർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. തുടർന്ന് അദ്ദേഹത്തിന് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു. തടവുപുള്ളികളുടെ അവകാശങ്ങൾ ഉറപ്പുവരുന്നതിനുള്ള വിധിന്യായങ്ങൾ പുറപ്പെടുവിക്കാൻ ജഡ്ജി എന്ന നിലയിലും ജയിലിലെ ജീവിതം മനുഷ്യത്വം നിലനിൽക്കുന്ന വിധത്തിലുള്ളതാക്കാൻ മന്ത്രി എന്ന നിലയിലും അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ എക്കാലവും ഓർമ്മിക്കപ്പെടുന്നതാണ്. സമൂഹത്തോടുള്ള പ്രതിബദ്ധതയാണ് അദ്ദേഹത്തെ ഈ വഴികളിലേക്ക് നയിച്ചത് എന്ന് നമുക്കറിയാം. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പ്രവർത്തിച്ച മറ്റെത്ര പേർക്ക് ഇത്തരമൊരു പശ്ചാത്തലമുണ്ടാകും എന്നാലോചിച്ചാലും കൃഷ്ണയ്യരുടെ വേറിട്ട വ്യക്തിത്വം മനസ്സിലാക്കാനാകും. ദരിദ്രനാരായണന്മാരുടെ ഈ ഭാരതഭൂമിയിൽ ഒരാൾ ദരിദ്രനാണ് എന്നത് ശിക്ഷാർഹമായ കുറ്റകൃത്യമല്ല എന്ന് പ്രഖ്യാപിച്ച ജഡ്ജിയാണ് അദ്ദേഹം. എല്ലാവിധത്തിലും ബഹുമുഖ വ്യക്തിത്വമെന്ന് വിശേഷിപ്പിക്കാവുന്ന ജസ്റ്റിസ് വി.ആർ. കൃഷ്ണയ്യരുടെ സ്മരണയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ പുരസ്കാരങ്ങൾക്ക് അർഹരായ രണ്ടുപേരെയും ഹാർദമായി ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദം. ഈ ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട കേരള ലോകായുക്ത ജസ്റ്റിസ് N. അനിൽകുമാർ അവരെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ,
എൻ്റെ സുഹൃത്തും ഒരു ദിവസം ഹൈക്കോടതിയിൽ ജഡ്ജിമാരായി പേര് ചെയ്തിട്ടുള്ള ശ്രീ ജസ്റ്റിസ് എൻ നാഗരേഷ് ഇന്നിവിടെ അവാർഡ് സ്വീകരിക്കുന്ന ശ്രീ പ്രൊഫസർ എൻ കെ ജയകുമാർ. അദ്ദേഹത്തിൻ്റെ അറിയപ്പെടാത്ത ഒരു ശിഷ്യനും കൂടിയാണ്. അപ്പോൾ അദ്ദേഹം റീകളക്ട് ചെയ്യുക പറഞ്ഞപ്പോൾ ചെറിയ ഒരു വിഷമം പോലെ തോന്നി. അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുക്കാൻ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ട്. ദേശീയ അന്തർദേശീയ മാധ്യമരംഗത്ത് തിളങ്ങി നിൽക്കുന്ന ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ, കൂടുതലായി ഞാൻ പേരെടുത്ത് പറയുന്നില്ല, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന അഭിനന്ദരെ, പ്രിയപ്പെട്ടവരെ, സമയപരിധിയിൽ നിന്ന് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഗുരുനാഥൻ, ആ ഗുരുനാഥനെ ആദരിക്കുന്ന ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്ന ഒരു വിദ്യാർത്ഥിക്കുണ്ടാകുന്ന സന്തോഷം വളരെ വലുതാണ്. ശ്രീ എൻ കെ ജയകുമാർ സാർ തിരുവനന്തപുരത്ത് കാര്യവട്ടം യൂണിവേഴ്സിറ്റി കാമ്പസിൽ നിയമവിഭാഗത്തിൻ്റെ മേധാവിയായി പഠിക്കുന്ന കാലത്ത് ഞാൻ തിരുവനന്തപുരത്ത് അഭിഭാഷകനായിരുന്നു. അന്ന് എൻ്റെ ഓഫീസിൽ അദ്ദേഹത്തിൻ്റെ വൈഫ് സുഷാകുമാരി ടീച്ചർ രണ്ടുപേരും കൂടി ഞാൻ പ്രാക്ടീസ് ചെയ്തിരുന്ന പ്രശസ്തനായ അഭിഭാഷകനായ ശ്രീ സുബ്രഹ്മണ്യയുടെ ഓഫീസ്, ഏറ്റവും വലിയ ലൈബ്രറി ഉള്ള തിരുവനന്തപുരത്തെ ഓഫീസിൽ ഒരു ഡൈജസ്റ്റ് റിസർച്ച് ഓറിയന്റഡ് വർക്ക് ഡൈജസ്റ്റ് എഴുതുന്നതിന് വേണ്ടി അദ്ദേഹം അഹോരാത്രം പണിയെടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ബാങ്കിങ് ആൻഡ് കമേഴ്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിൽ ഡിപ്ലോമ കോഴ്സിന് വേണ്ടി യൂണിവേഴ്സിറ്റി ആപ്ലിക്കേഷൻ കൊടുത്തു. ഞാൻ കൊടുക്കുകയും അഡ്മിഷൻ കിട്ടി. ഈവനിങ് കോഴ്സാണ്. ഒരു 7 മാസത്തോളം അദ്ദേഹത്തിൻ്റെ ക്ലാസ് ഞാൻ കേട്ടിരുന്നു. നിയമപണ്ഡിതനായ അദ്ദേഹത്തിൻ്റെ ക്ലാസ് എനിക്ക് കേട്ടിരിക്കുവാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ആ കോഴ്സ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതിന് മുമ്പേ ജുഡീഷ്യൽ സർവീസിൽ പോയി. ഇപ്പോൾ മാതാപിതാ ഗുരുദൈവം എന്ന ആർഷഭാരത സങ്കല്പത്തിൽ നിൽക്കുന്നൊരു നാട്ടിൽ ഗുരുവിനെ അഭിനന്ദിക്കുന്ന ഒരു ചടങ്ങ്, പുരസ്കാരം കൊടുക്കുന്ന ഒരു ചടങ്ങ്, അതും നിയമത്തിൻ്റെ ഇതിഹാസമായി മാറിയ PR കൃഷ്ണയ്യരുടെ പേരിലുള്ള ഒരു അവാർഡ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സ്റ്റേറ്റ് ലെവലും ദേശീയ ലെവലും അന്തർദേശീയ ലെവലിലും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നിയമജ്ഞനാണ് ശ്രീ എൻ കെ ജയകുമാർ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൊഫസറുടെ സ്റ്റാൻഡേർഡിൽ നിന്നും ഒരു ജൂറിസ്റ്റിൻ്റെ സ്റ്റാൻഡേർഡിലേക്ക് ഉയർന്നയാളാണ്. അദ്ദേഹത്തിന് ചരിത്രത്തിൻ്റെ ഭാഗമായി മാറി, ഇന്ത്യൻ നിയമരംഗത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിയ ശ്രീ PR കൃഷ്ണയ്യരുടെ പേരിലുള്ള അവാർഡ് കിട്ടിയതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നു. അദ്ദേഹത്തെ ഇപ്പോൾ ഒരു ശിഷ്യനെന്നുള്ള നിലയിൽ എനിക്ക് അദ്ദേഹത്തെ അഭിനന്ദിക്കാനുള്ള യോഗ്യതയില്ല എങ്കിൽ കൂടി ഞാൻ അദ്ദേഹത്തെ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. അടുത്തതായി ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണനാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടുപേരും ഇന്റർനാഷണൽ ഫിഗേഴ്സാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അറിയപ്പെടുന്നത് ഡൽഹി ബേസ്ഡ് പൊളിറ്റിക്കൽ ജേർണലിസ്റ്റാണ് എന്ന് അറിയപ്പെടുന്നെങ്കിൽ എൻ്റെ കാഴ്ചപ്പാടിൽ അദ്ദേഹം ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റാണ്. ദേശീയ രംഗത്തും അന്തർദേശീയ രംഗത്തും അദ്ദേഹത്തെ ശ്രദ്ധിക്കുവാനുള്ള കാരണം രണ്ടാണ്. ഒന്ന് എന്ന് പറഞ്ഞാൽ സാധാരണ പത്രപ്രവർത്തനം എന്ന് പറയുന്നത് ഒരു തൊഴിൽ എന്നതിനുപരി അദ്ദേഹം ഹെൽത്ത്, എൻവയോൺമെന്റ്, സോഷ്യൽ വർക്ക്
ഈ 3 മേഖലകളിലും അസാധാരണമായ പാണ്ഡിത്യവും അസാധാരണമായ ഇടപെടലുകളും നടത്തുന്നയാളാണ്. അതിലുപരി ഡൽഹി ബേസ്ഡായിട്ട് മാനസിക രോഗത്തിന് ചികിത്സിക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെടുന്ന സമൂഹത്തിന് വേണ്ടി പടപൊരുതിയാണ്. സമൂഹത്തിന് മാർഗദർശനം നൽകുന്നവനായിരിക്കണം ജേർണലിസ്റ്റ് എന്നുള്ള സന്ദേശം കൊടുക്കുന്ന പ്രശസ്ത ജേർണലിസ്റ്റായ ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണനെ ഇതിന് തിരഞ്ഞെടുത്തതിൽ എനിക്ക് അതീവ സന്തോഷമുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള വഴിവിട്ട യാത്രകൾ എന്നുള്ള ഒരു ബുക്കാണ് നിങ്ങൾക്ക് ഉപകാരമായി എല്ലാവർക്കും തന്നത്. ആ ബുക്കിൻ്റെ ഹെഡിങ് നോക്കുമ്പോൾ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നും. പക്ഷേ ബുക്ക് ആധികാരികമായി നോക്കുമ്പോൾ സമൂഹത്തിൽ കൊടുക്കുന്ന മെസ്സേജ് വഴിവിട്ട യാത്രകളിലൂടെ സമൂഹത്തിലെ ശരിയായിട്ടുള്ള ദിശയിൽ സഞ്ചരിക്കുവാനുള്ള മാർഗം നൽകുന്ന ഒരു മെസ്സേജാണ് അദ്ദേഹം അതിൽ കൂടി കൊടുക്കുന്നത്. അതിനുപരി അദ്ദേഹം ഡൽഹിയിലിരിക്കവേ AAP ആൻഡ് അരവിന്ദ് എന്നുള്ള മറ്റൊരു ബുക്ക്, അതിനു പുറമെ ഉത്തർപ്രദേശിനെ സമഗ്രമായിട്ട് ഉത്തർപ്രദേശിന്റെ ഒരു റോഡ് മാപ്പ് തന്നെ അദ്ദേഹം ബുക്കിലൂടെ എഡിറ്റ് ചെയ്തു. ഇങ്ങനെ പ്രശസ്തമായ എത്രയോ ജേർണൽസ് ഫ്രണ്ട് ലൈനിലും ഹിന്ദുവിലും ഇരുന്നപ്പോൾ എത്രയധികം ലേഖനങ്ങൾ എഴുതിയ പണ്ഡിതനായ ജേർണലിസ്റ്റ് അദ്ദേഹത്തെ ഈ സെലക്ട് ബോഡി തെരഞ്ഞെടുക്കുകയും അവാർഡ് കൊടുക്കുകയും ചെയ്തതിന് ഈ ലാ ട്രസ്റ്റ് എന്ന് പറയുന്ന സംഘടനയെ അഭിനന്ദിക്കുന്നു. ഇതിനോടുപരി ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇവിടെ അധ്യക്ഷനായിരിക്കുന്ന ശ്രീ ഷഹീദ് അഹമ്മദ്, അദ്ദേഹത്തിൻ്റെ കീഴിൽ ഞാൻ ട്രിവാൻഡ്രത്ത് അദ്ദേഹം ജഡ്ജിയായിരുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്തു. അദ്ദേഹം രാജിവെച്ച് ഇറങ്ങി. ആ സമയത്ത് കൊല്ലത്ത് പോയപ്പോൾ അദ്ദേഹം എൻ്റെ മുന്നിൽ അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്തു. അപ്പോൾ ഒരു ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ വളരെ ആഴങ്ങൾ ഉള്ള ഒരു സമാഗമമാണിത്. അതിൽ വളരെയധികം സന്തോഷിക്കുന്നു. ഈ ലാ ട്രസ്റ്റ് എന്ന് പറയുന്ന പദം തന്നെ ഒരു വളരെ വ്യാപ്തിയുള്ള പദമാണ്. ലാ ട്രസ്റ്റ് എന്ന് പറയുന്നത് ദിസ് ഫൈഡ്യൂഷ്യറി റിലേഷൻഷിപ്പ്, അതായത് ഗുരുവും ശിഷ്യനുമായിട്ടുള്ള ബന്ധം ഏറ്റവും വലിയ ട്രസ്റ്റായിട്ടാണ് ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട് കാണുന്നത്. ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ഈ ഒരു ചടങ്ങിന് എല്ലാവിധ ഭാവുകങ്ങളും ഒരു ശിഷ്യൻ ഒരു ഗുരുവിൻ്റെ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനുള്ള അവസരം ലഭിച്ചതിനുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് വിശിഷ്യ കേരള മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ പങ്കെടുക്കുന്നതിനുള്ള ഒരു അവസരം ലഭിച്ചതിന് ലാ ട്രസ്റ്റിനോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. സ്പെഷ്യൽ അഡ്രസ് നടത്തുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് N. നഗരേഷ് അവരുടെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ ശ്രീ പി. ദാമൻ, ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ, ഇന്ന് സമ്മാനാർഹരായിട്ടുള്ള അവാർഡ് ലഭിക്കുന്ന ഡോക്ടർ N. K. ജയകുമാർ സർ, ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ, മറ്റ് ആദരണീയരായ വേദിയിലിരിക്കുന്ന വ്യക്തിത്വങ്ങളെ, എൻ്റെ മുന്നിലുള്ള മുതിർന്നവരെ, അമ്മമാരെ, സഹോദരന്മാരെ, നിയമവിദ്യാർത്ഥികളെ, എല്ലാവർക്കും വണക്കം. ഏകദേശം ഇതേ സദസ്സിനോട് ഞാൻ രാവിലെ ഒരുപാട് പ്രസംഗിച്ചതുകൊണ്ട് ദീർഘമായ ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല. ലോ ട്രസ്റ്റ് ഇന്ന് ഭാരതമാകമാനം അറിയപ്പെടുന്ന ഒരു ട്രസ്റ്റായി മാറിക്കഴിഞ്ഞു. കേരളത്തിൽ മാത്രമല്ല, തിരുവനന്തപുരത്ത് മാത്രമല്ല. ലോ ട്രസ്റ്റ് കഴിഞ്ഞ വർഷം ആർക്കാണ് അവാർഡ് കൊടുത്തത് എന്ന് ജില്ലാ ജഡ്ജിമാരുടെയും മുൻസിഫുമാരുടെയും എല്ലാം ചോദ്യപേപ്പറിൽ വരുന്ന ഒരു ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. ശ്രീ പി. സന്തോഷ് കുമാറിന് അതിന്റെ സകല ക്രെഡിറ്റും നൽകാവുന്നതാണ്. ഇതുവരെ ഈ ലോ ട്രസ്റ്റ് നൽകിയ അവാർഡുകളുടെ അത് ലഭിച്ചവരുടെ പട്ടിക എടുക്കുകയാണെങ്കിൽ എത്ര സൂക്ഷ്മമായി, എത്ര കൃത്യമായി അസസ് ചെയ്തുകൊണ്ടാണ് ലോ ട്രസ്റ്റ് ഇത്തരം അവാർഡുകൾ കൊടുക്കുന്നത് എന്ന് മനസ്സിലാവും. ഇന്ന് അവാർഡ് ലഭിച്ചിരിക്കുന്ന ജയകുമാർ ഡോക്ടർ N. K. ജയകുമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന നിയമ അക്കാഡമീഷ്യന്മാരിൽ അഗ്രഗണ്യനാണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ
സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ ഇന്ന് ഉയർന്ന സ്ഥാനങ്ങളിൽ ഇരിക്കുന്നു എന്ന് മാത്രമല്ല, നിരവധി ന്യായാധിപന്മാർ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണ്. കേരളത്തില് ഒരു പക്ഷേ നിയമവിദ്യാഭ്യാസം ഒരു തമാശയായിട്ട് കണക്കാക്കിയിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും കേരളത്തിലെ നിയമവിദ്യാഭ്യാസം ഗൗരവകരമായ ഒന്നാക്കി മാറ്റിയത് ഡോക്ടർ എൻ കെ ജയകുമാറിന്റെ അതിലുള്ള അദ്ദേഹത്തിന്റെ സംഭാവന അവിസ്മരണീയമാണ്. ഇന്ന് കേരളത്തിലെ ലോ കോളേജുകളിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ ഞാൻ അത് സമയമെടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പഴയതുപോലെ അല്ല. കരിക്കുലം മാറി, അക്കാഡമീഷ്യ മാറി, ഒരുപാട് മാറ്റങ്ങൾ വന്നു. അതിൻ്റെയൊക്കെ പിന്നിൽ ജയകുമാർ സാറിന്റെ കൈയുണ്ട്. അദ്ദേഹം ഏറ്റവും ഈ അവാർഡിന് അർഹനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ ഞാൻ ഹാർദമായിട്ട് അഭിനന്ദിക്കുന്നു. വെങ്കടേഷ് രാമകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം മാധ്യമ മേഖലയിൽ ആദ്യമായിട്ടാണ് ട്രസ്റ്റ് ഒരു അവാർഡ് കൊടുക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് ഒരു മാധ്യമ പ്രവർത്തനം കൊടുക്കുന്നത്. അത് കൊടുക്കുന്ന സമയത്ത് ഒരു പക്ഷേ നമുക്കറിയാവുന്ന MT വാസുദേവൻ നായർ കൊടുക്കുന്നു. പക്ഷെ അത് മാധ്യമം മാത്രമല്ല, സാഹിത്യമൊക്കെ ഒരു പ്യുവർ മാധ്യമ പ്രവർത്തകന് കൊടുക്കുന്നത് ആദ്യമാണ്. നമുക്കിപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകർക്ക് അവാർഡ് കൊടുക്കണം എന്ന് തോന്നുമ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളുടെ മുന്നിൽ നിരവധി പേരുകളുണ്ട്. നമ്മൾ എല്ലാ ദിവസവും TV കാണുന്നവർ, പത്രങ്ങളിൽ വായിക്കുന്നവരൊക്കെ. അങ്ങനെ ഒരാളെ അല്ല ലോ ട്രസ്റ്റ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ലോ ട്രസ്റ്റ് തിരഞ്ഞെടുക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള വിശ്വാസങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് ആരെയും കൂസാതെ സധൈര്യം തൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്ന ഒരു വ്യക്തിത്വമാണ്. ഒന്നും കണ്ടോണ്ടല്ല, ഒരു കോംപ്രമൈസും ഇല്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു മനുഷ്യൻ. തിരിച്ചെന്ത് കിട്ടാൻ വേണ്ടിയിട്ടല്ല, തനിക്ക് ശരി എന്ന് തോന്നുന്നത് സമൂഹത്തോട് പറയുന്ന ഒരു മനുഷ്യൻ. സമൂഹത്തിന് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പഠിച്ചു പറയുന്ന ഒരു വ്യക്തിത്വം. സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു പത്രപ്രവർത്തകൻ. അത്തരം ആളുകളെ കാണാൻ വളരെ പ്രയാസമാണ്. സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള, എൻ്റെ പത്രപ്രവർത്തനം കൊണ്ട് ജനം അറിയണം, സമൂഹത്തിൽ മാറ്റം ഉണ്ടാകണം എന്ന ആഗ്രഹത്തോടു കൂടി പത്രപ്രവർത്തനം നടത്തുന്ന ഒരു പത്രപ്രവർത്തകൻ. അദ്ദേഹത്തിന് ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ VR കൃഷ്ണയ്യർ അവാർഡ് കൊടുക്കുമ്പോൾ ആ രണ്ടിനും ഒരു VR ഉണ്ട്. VR കൃഷ്ണയ്യർക്കും ഒരു VR ഉണ്ട്, വെങ്കടേഷ് രാമകൃഷ്ണനും VR ആണ്. അത് വളരെ സന്ദർഭോചിതമായിട്ട് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ഭാവിയിൽ പത്രപ്രവർത്തന രംഗത്ത് കൂടുതൽ സംഭാവനകൾ ഭാരതത്തിന് നൽകാനാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. അഡ്വക്കേറ്റ് ഷഹീദ് അഹമ്മദ് അവരുടെ ക്ഷണിക്കുന്നു. വേദിയിൽ വന്നിഷ്ടരായിരിക്കുന്ന ബഹുമാന്യരായ ജസ്റ്റിസ് N. അനിൽകുമാർ, നാഗേഷ്, 2023-ലെയും 24-ലെയും ജസ്റ്റിസ് VR കൃഷ്ണയ്യർ അവാർഡ് ജേതാക്കളായ പ്രൊഫസർ N. K. ജയകുമാർ സാർ, വെങ്കടേഷ് രാമകൃഷ്ണൻ സാർ, മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ഒരു ഔപചാരികതയ്ക്ക് വേണ്ടി മാത്രം ഒരു അധ്യക്ഷ പ്രസംഗം ഞാൻ നടത്തുകയാണ്. എനിക്ക് തീരെ സുഖമില്ലാത്തതുകൊണ്ട് വളരെ ചുരുങ്ങി മാത്രമേ ഞാൻ സംസാരിക്കുകയുള്ളൂ എന്ന് ഞാൻ നേരത്തെ സന്തോഷമെടുത്ത് പറഞ്ഞിരുന്നു. ഭാരതത്തിൻ്റെ നിയമവിഹായസിൽ ഒരു ഇതിഹാസമായ ജസ്റ്റിസ് VR കൃഷ്ണയ്യർ സത്യത്തിൽ സമൂഹത്തിൽ ദുഃഖവും പീഡനവും അനുഭവിക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട സാധാരണക്കാരനെ നിയമവുമായും കോടതികളുമായും
അടുപ്പിക്കുകയും നീതിയുടെയും ന്യായത്തിൻ്റെയും ദൂരം സാധാരണക്കാരിൽ നിന്നും കുറയ്ക്കുകയും ചെയ്തത് ജസ്റ്റിസ് വി.ആർ. കൃഷ്ണയ്യർ നിയമ നഭമണ്ഡലത്തിൽ അത്യുന്നത സ്ഥാനം അലങ്കരിക്കുകയും അദ്ദേഹത്തിൻ്റെ വിധിന്യായങ്ങൾ വരികയും ചെയ്തതിനു ശേഷമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അദ്ദേഹത്തിന് മുൻപും അദ്ദേഹത്തിന് ശേഷവും അതുപോലെ ഒരു വ്യക്തിത്വം, അതുപോലെ ഒരു ന്യായാധിപൻ ഭാരതത്തിൽ ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാവുക വളരെ പ്രയാസവുമാണ്. ധാരാളം അത്തരം ന്യായാധിപന്മാർ നമുക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഇന്നിവിടെ ഈ അവാർഡ് ജേതാക്കൾ നമ്മുടെ ഉദ്ഘാടക പ്രസംഗകൻ കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശരിക്കും ഒരു ഭരണാധികാരി എന്ന നിലയ്ക്ക് സാധാരണക്കാരന്റെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവന്റെയും ദുഃഖങ്ങൾ ഒപ്പുന്നതിന് ജസ്റ്റിസ് വി.ആർ. കൃഷ്ണയ്യർ തന്റെ വിധിന്യായങ്ങളിലൂടെ ആഗ്രഹിച്ചത് കുറേയേറെ പ്രാവർത്തികമാക്കുന്നതിന് സാധിച്ച ഒരു ഭരണാധികാരി, ഒരു മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിന് അദ്ദേഹം ഇവിടെ സന്നിഹിതനായതിൽ ലാർഡ് ട്രസ്റ്റിനും അതിന്റെ അഭ്യുദയകാംക്ഷികൾക്കും അങ്ങേയറ്റം ആഹ്ലാദമുണ്ട്. ജസ്റ്റിസ് എൻ അനിൽകുമാർ, ജസ്റ്റിസ് എൻ നാഗരേഷ്, ജുഡീഷ്യറിക്കും ഒരു ന്യായാധിപൻ എങ്ങനെ പെരുമാറണം എന്നുള്ളതിന് മാതൃകയായ രണ്ട് മഹത് വ്യക്തിത്വങ്ങൾ ഇന്ന് ചടങ്ങിൽ ഒന്നിച്ച് സമ്മേളിച്ച ഒരു അപൂർവ സദസ്സാണ്. ജസ്റ്റിസ് എൻ അനിൽകുമാർ അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, തിരുവനന്തപുരത്തെ ഏറ്റവും പ്രഗത്ഭനായ സിവിൽ അഭിഭാഷകനായ സുബ്രഹ്മണ്യ സ്വാമിയുടെ ഏറ്റവും പ്രഗത്ഭനായ ഊർജ്ജസ്വലനായ ജൂനിയർ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ അതുല്യമായ കഴിവും സാമർഥ്യവും എല്ലാം ദർശിക്കുന്നതിനും ഒരു നിയമജ്ഞൻ എന്ന നിലയിൽ, ഒരു ന്യായാധിപൻ എന്ന നിലയിൽ എങ്ങനെ ഒരു കോടതി കൈകാര്യം ചെയ്യണമെന്നും സ്നേഹമസൃണമായി അഭിഭാഷകരോട് എങ്ങനെ പെരുമാറണമെന്നും ഒക്കെ മാതൃക കാട്ടുന്നത് പിൽക്കാലത്ത് ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് അതനുഭവിക്കുന്നതിനുമുള്ള അത്യപൂർവമായ ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചതിനെ കുറിച്ച് അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അതൊക്കെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത സന്ദർഭങ്ങളാണ്. കേരള ഹൈക്കോടതിയിൽ ജസ്റ്റിസ് എൻ നാഗരേഷ് അദ്ദേഹം വാസ്തവത്തിൽ ഞാൻ ഒരിക്കലും ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, ദി അരിസ്റ്റോക്രസി ഓഫ് ക്യാരക്ടർ ആൻഡ് ഇന്റലക്ട്. ഒരു ജഡ്ജിന്റെ നൊബിലിറ്റി എങ്ങനെയായിരിക്കണം, അദ്ദേഹത്തിന്റെ കോടതിയിൽ കയറുന്ന ഒരു അഭിഭാഷകനും ഒരു ടെൻഷനും ഹൈക്കോടതിയിൽ ഉണ്ടാകാറില്ല. ലാർഡ് ട്രസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആരംഭകാലം മുതൽ ഇത്രയും അതുമായി ചേർന്ന് ഇടുകിച്ചേർന്ന് എല്ലാ സംരംഭങ്ങളിലും അനുഗ്രഹാശിസുകൾ നൽകി വന്ന ഒരു ന്യായാധിപൻ കേരള ജുഡീഷ്യറിയിൽ ഇന്നില്ല. ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഒരു കാര്യം എനിക്കിവിടെ സ്മരിക്കുവാൻ, പറയുവാൻ സാധിക്കാതെ മുൻപോട്ട് പോകുവാൻ കഴിയുകയില്ല.
ലാ ട്രസ്റ്റിന്റെ ഈ അവാർഡ്, VR കൃഷ്ണയ്യർ അവാർഡ്, വാസ്തവത്തിൽ ഇതിനു മുൻപ് തന്നെ, വളരെ മുൻപ് തന്നെ, 2023 അതിനു മുൻപ് തന്നെ NK ജയകുമാർ സാറിന്, അദ്ദേഹത്തിന് ഞങ്ങൾ നൽകേണ്ടതായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് അത് നൽകിയില്ല എന്ന് ചോദിച്ചാൽ, അദ്ദേഹം ഈ ലാ ട്രസ്റ്റിന്റെ എല്ലാ പരിപാടിയിലും എല്ലാ കാര്യങ്ങളിലും ഇഴുകിച്ചേർന്ന് ഇതിന്റെ ഒരു ഭാഗമായി അദ്ദേഹം ഇതിന്റെ ഒരു ആത്മാവായി മാറി നിന്നത് കൊണ്ട് അദ്ദേഹത്തിന് നൽകേണ്ട ഈ പുരസ്കാരം നേരത്തെ നൽകുന്നതിന് വിട്ടുപോയി എന്നാണ് എനിക്ക് ഇത്തരണത്തിൽ പറയുവാനുള്ളത്. വൈകിയെങ്കിലും ഔപചാരികമായി അദ്ദേഹം അത് അങ്ങനെ ഒരു ബഹുമാനം ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ അർഹിക്കുന്നതിന്റെ അംഗീകാരം നൽകുന്നതിന് ലാ ട്രസ്റ്റിന് സാധിച്ചു എന്നുള്ളതിന് ലാ ട്രസ്റ്റിന് അങ്ങേയറ്റം സന്തോഷമുണ്ട്. ഞാനത് രേഖപ്പെടുത്തുകയാണ്. മറ്റ് കാര്യങ്ങൾ പലതും ഇവിടെ എനിക്ക് സൂചിപ്പിക്കേണ്ടതുണ്ട്. എൻ്റെ ആരോഗ്യവും സമയവും ഞാൻ അനുവദിക്കുന്നില്ല. ഞാൻ എല്ലാ ലോ ട്രസ്റ്റിന്റെ പരിപാടികളിലും പറയാറുണ്ട്, ഈശ്വരൻ എനിക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് എൻ്റെ പ്രിയ ശിഷ്യൻ സന്തോഷ് എന്ന്. ഞാനത് ആവർത്തിക്കുകയാണ്. 2015 VR കൃഷ്ണയ്യർ അവാർഡ് ചടങ്ങ് സംഘടിപ്പിച്ചപ്പോൾ ലാ ട്രസ്റ്റിന്റെ സ്ഥിതി എന്തായിരുന്നുവോ ഇന്ന് അത് എത്രയോ ഉയരങ്ങളിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഇനിയും ഉയരങ്ങളിലേക്ക് അത് എത്തിച്ചേരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഉപസംഹരിക്കുന്നതിന് മുമ്പ് ഇന്ന് ഈ അവാർഡ് ജേതാക്കളിൽ നമ്മുടെ മുൻപിൽ ഇവിടെ അത് സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്ന വെങ്കടേഷ് രാമകൃഷ്ണൻ, ജേർണലിസം എന്തായിരിക്കണം, പത്രപ്രവർത്തനം എന്തായിരിക്കണം, വിമർശനം എന്തായിരിക്കണം എന്നുള്ളതിന് ലോകത്തിന് തന്നെ ഒരു മാതൃകയാണ് അദ്ദേഹം. നിർഭയനായ, നിഷ്കാമനായ, തന്റെ വിശ്വാസ പ്രമാണങ്ങളോട് യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത, അതേസമയം അടിമുടി മാന്യത പുലർത്തുന്ന അദ്ദേഹത്തിനെ പോലെയുള്ള പത്രപ്രവർത്തന രംഗത്തിന് തന്നെ ഒരു മാതൃകയാണ്. അത് പിന്തുടരുന്നതിന് ഇന്ന് മൂല്യച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ രംഗങ്ങളെ പോലെയും പത്രപ്രവർത്തന രംഗത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മൂല്യച്യുതിക്ക് പരിഹാരമുണ്ടാകുന്നതിന് അദ്ദേഹത്തിന്റെ മാതൃക കൂടി സ്വീകരിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ 2 അവാർഡ് ജേതാക്കളെയും ഈ ട്രസ്റ്റിന്റെ പേരിലും എന്റെ പേരിലും അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. ഈ ചടങ്ങിന് ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട കേരള ബാർ കൗൺസിൽ ചെയർമാൻ അഡ്വക്കേറ്റ് DS അജിത് അവരുടെ ക്ഷണിക്കുന്നു. ബഹുമാനായ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് M. ഷൈഖ് മുഹമ്മദ്, ആദരപൂർവമായ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ബഹുമാനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർക്ക്, Honorable Mr. Justice N. Anil Kumar, Honorable Mr. Justice N. Nagaresh, ബഹുമാനായ ഈ ചടങ്ങിലെ മുഖ്യാതിഥികളായ ബഹുമാന്യരായ അവാർഡ് ജേതാക്കൾ പ്രൊഫസർ ഡോക്ടർ NK ജയകുമാർ, ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ, ബഹുമാന്യനായ ഡോക്ടർ N. കൃഷ്ണകുമാർ, ശ്രീ PK രാജശേഖരൻ,
ആണകര ബാലു, സദസ്സിലെ ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെ, സീനിയർ അഭിഭാഷകരെ, മാധ്യമപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, വളരെ ആദരപൂർവമായി ചടങ്ങിൽ പങ്കെടുക്കുവാൻ അവസരം കിട്ടിയതിൽ ഏറെ സന്തോഷിക്കുകയാണ്. ഒരു ദീർഘമായ പ്രസംഗത്തിനൊന്നും മുതിരുന്നില്ല. അക്സെപ്റ്റൻസ് സ്പീച്ച് എന്നാണ് എഴുതിയിട്ടുള്ളത്. അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. അക്സെപ്റ്റൻസ് സ്പീച്ചിൻ്റെ ആവശ്യമില്ല. എങ്കിലും 2 വാക്ക് സംസാരിക്കാൻ ഇവിടെ നിന്ന് പോകുന്നത് ശരിയല്ല എന്ന് തോന്നുന്നു. ഞാൻ ഏതാനും വാക്ക് മാത്രം വൈകിയ അവസരത്തിൽ നിങ്ങളാരെയും കൂടുതൽ പിടിച്ചിരുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഏറ്റവും അധികം സന്തോഷത്തോടെ, അതിലേറെ അഭിമാനത്തോടെ, ചരിതാർത്ഥ്യത്തോടെ ജസ്റ്റിസ് ബി ആർ കൃഷ്ണയുടെ പേരിലുള്ള ഈ അവാർഡ് ഞാൻ സ്വീകരിക്കുന്നു. അതിൻ്റെ പ്രധാന കാരണം ജസ്റ്റിസ് ബി ആർ കൃഷ്ണയുമായി വളരെ അടുത്ത് ഇടപഴകാനും അദ്ദേഹത്തെ മനസ്സിലാക്കാനും അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ, ഉദാത്തമായ ആശയങ്ങൾ കുറേ മനസ്സിലാക്കാനുള്ള അവസരം തന്നെ കിട്ടി. പലപ്പോഴും അദ്ദേഹം വലിയ വാശിക്കാരും ആരും പറഞ്ഞാൽ കേൾക്കാത്തൊരു പ്രത്യേക വ്യക്തിത്വം. ചെറിയ കാര്യങ്ങൾ. ഒരു ദിവസം ഞാനവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം ചായ കൂടി കഴിഞ്ഞിട്ടിരിക്കുന്നത്. അപ്പം എന്നെ കണ്ടോണ്ട് പറഞ്ഞു, ആ നല്ല ഉഴുന്നോടെ കഴിച്ചിട്ടിരിക്കുകയാണ് ഞാൻ. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു അനുചരനുണ്ട്. അയാളെ വെച്ച് പറഞ്ഞു, ദൈവമാതാവിൻ്റെ ഉഴുന്നോടെ വാങ്ങിച്ചു കൊടുക്കുക. അപ്പോൾ എനിക്ക് വേണ്ട സാമി എന്നാണ് ഇപ്പോൾ വിളിക്കുക. അപ്പോൾ അയാൾ പറയുകയാണ്, സ്വാമിക്ക് ഇനി 2 കൂടെ കഴിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെ ഡയറ്റിൻ്റെ കാര്യത്തിലൊന്നും ഒരു ശ്രദ്ധയില്ലാതെ സ്വന്തം വ്യക്തിപരമായ സുഖസൗകര്യങ്ങളൊന്നും കാര്യമാക്കാതെ ഇപ്പോൾ ഒരു അനീതി കണ്ടാലുടനെ അദ്ദേഹം അത് പ്രതികരിക്കാതെ അദ്ദേഹം ഉറങ്ങാൻ പോകും. അതായത് സ്വഭാവം. പിന്നെ പലപ്പോഴും ഞാൻ ചെല്ലുമ്പോൾ അദ്ദേഹം എഴുതിയ ലേഖനങ്ങളോ എൻ്റെ കയ്യിലെടുത്ത് ഞാൻ ഹിന്ദു നയിക്കാൻ പോവുകയാണെന്ന് വായിച്ചിട്ട് അഭിപ്രായം ഞാനെൻ്റെ അഭിപ്രായമാണ് എഴുതിയ ലേഖനം. അത് അദ്ദേഹം പറഞ്ഞു കൊടുത്തൊരു സ്റ്റെനോ ടൈപ്പ് ചെയ്യാണ് ഇപ്പോൾ. ഒരു വാക്ക് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനോ, ഒരു വാക്കിന് പകരം മറ്റൊരു വാക്കിടാനോ, ഒരു ആശയം ആവർത്തനവിധമാനോ ഒന്നും ഒരു സാധ്യതയില്ലാത്ത രീതിയിലാണ് അദ്ദേഹം ലേഖനങ്ങൾ എഴുതിക്കൊണ്ടിരുന്നത്. ഒരു തവണ മാത്രം ഞാൻ വ്യക്തമായിട്ട് ഓർക്കുന്നൊരു സംഭവം, ഒരു ലേഖനം, മലയാളത്തിലുള്ള ലേഖനം എന്നെ എഴുതി ഞാൻ വായിച്ചപ്പോൾ 1957 EMS മന്ത്രിസഭയുടെ കാലത്ത് ഭൂപരിഷ്കരണ നിയമം കേരളത്തിൽ കൊണ്ടുവന്നായിരുന്നു. നിങ്ങൾക്കെല്ലാം അറിയാം. അത് തയ്യാറാക്കിയത് KR ഗൗരിയമ്മയാണോ PR കൃഷ്ണയ്യരാണോ എന്നൊരു തർക്കം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സമയമാണ്. അതിൻ്റെ രക്ഷാകർത്തൃത്വം അവകാശപ്പെട്ടുകൊണ്ട് KR ഗൗരിയമ്മ രംഗത്ത് വന്നു. അങ്ങനെയല്ല, ഞാനാണ് തയ്യാറാക്കിയത് PR കൃഷ്ണയ്യർ രംഗത്ത് വന്നു. ആ ഒരു വിവാദം ഇങ്ങനെ കത്തി നിൽക്കുകയാണ്. അപ്പോൾ ഗൗരിയമ്മ എഴുതിൻ്റെ മറുപടിയാണ് ഇദ്ദേഹം തയ്യാറാക്കിയത്. ഞാനത് വായിച്ചു. എനിക്ക് ഈ വിവാദം ഇങ്ങനെ വലുതാകുന്നതിന് വളരെ ഹൃദയവേദനയുള്ള ഒരു വ്യക്തിയല്ല. അപ്പോൾ എന്ത് പറയുന്നു, ഇത് പോരെ? എനിക്കൊരു അഭിപ്രായമുണ്ട്. അതെന്താ പറയൂ, ദയവ് ചെയ്ത് ഇത് പ്രസിദ്ധീകരിക്കാൻ കൊടുക്കില്ല. അദ്ദേഹത്തിന് വല്ലാത്ത ഒരു അരിശം. എന്നെക്കുറിച്ച് എഴുതിയ തെറ്റായ ഒരു കാര്യം എഴുതിയാൽ എനിക്ക് മറുപടി കൊടുക്കണ്ടേ? മറുപടി കൊടുക്കാനുള്ള അവകാശം എനിക്കില്ല. റൈറ്റ് ടു റിപ്ലൈ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം ഒരു പ്രസംഗം. അതൊക്കെ അതൊക്കെ താത്വികമായിട്ട് അതൊക്കെ ശരിയാണ്. പക്ഷേ ഈ വിവാദം കേരളത്തിൻ്റെ അൺഹെൽത്തിയായിട്ടുള്ള ഒരു വിവാദമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ദയവ് അത് അങ്ങ് ഇവിടെ അവസാനിപ്പിക്കുകയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യും? കുറേ നേരം ഉണ്ടാതിരുന്നു തോന്നുന്നു. പറഞ്ഞത് ഇതായിരിക്കുന്നില്ല, പ്രസിദ്ധീകരിക്കുന്നില്ല. അങ്ങനെ ആ വിവാദത്തിന് ദൃശ്യയിലിടാൻ സാധിച്ചു എന്നുള്ളത് പിൽക്കാലത്ത് അഭിമാനത്തോടെ. പിന്നെ എടുത്തു പറയേണ്ട കാര്യം,
ഞാൻ വൈസ് ചാൻസലറായിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഓണററി ഡോക്ടറേറ്റ് കൊടുത്തു. അത് ഞാനതിനെക്കുറിച്ച് ആലോചിക്കില്ലായിരുന്നു. ഞാൻ ഇദ്ദേഹത്തെ ഒരു സംസാരിക്കാൻ പറഞ്ഞു, കേരളത്തിലെ സർവകലാശാലകൾ ചെണ്ടക്കാരനും ഒട്ടത്തുള്ളവരും എല്ലാം ഡോക്ടറേറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലുള്ള സർവകലാശാലകൾ ഡോക്ടറേറ്റ് തന്നു കഴിഞ്ഞു. പക്ഷെ കേരളത്തിലെ ഒരു സർവകലാശാല പോയി എനിക്ക് ഇന്നോട് ഡോക്ടറേറ്റ് തന്നെ എനിക്ക് ആലോചിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഞാനത് യോഗ്യനല്ല എന്ന് എനിക്ക് ഉണ്ടാകുന്നു. ആയിക്കോട്ടെ, അപ്പോൾ എനിക്കത് വല്ലാതെ ഫീൽ ചെയ്യും. ഞാൻ അന്ന് തന്നെ ചീഫ് ജസ്റ്റിസാണ് ഞങ്ങളുടെ ചാൻസലർ. അന്ന് ചീഫ് ജസ്റ്റിസ് ചെലവേശ്വരൻ. ഞാൻ ജസ്റ്റിസ് ചെലവേശ്വരൻ അന്ന് തന്നെ പോയി കാണുകയും നമുക്ക് ജസ്റ്റിസ് കൃഷ്ണകാർക്ക് ഒരു ഡോക്ടറേറ്റ് ആണെങ്കിൽ ഡോക്ടറേറ്റ് കൊടുക്കുന്നു പറയുന്നത്. അപ്പോൾ ചെലവേശ്വരൻ്റെ സംശയം, നമ്മളൊരു ചെറിയ യൂണിവേഴ്സിറ്റിയാണ്, പുതിയ യൂണിവേഴ്സിറ്റിയാണ്, നമ്മുടെ ഡോക്ടറേറ്റ് അദ്ദേഹം സ്വീകരിക്കുമോ എന്നാണ് ഉടനെ ജസ്റ്റിസ് ചെലവേശ്വരനോട് ചോദിച്ചത്. അപ്പോൾ സ്വീകരിപ്പിക്കുന്നതിനെ ഞാൻ ഏറ്റു, അങ്ങ് അതിനെ സപ്പോർട്ട് ചെയ്താൽ മാത്രം. അങ്ങനെ ഉടനെ തീരുമാനമെടുത്തു. ഞാൻ ജസ്റ്റിസ് കൃഷ്ണകാരെ പോയി കണ്ടിക്കാടിക്ക് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കണ്ടീഷൻ, അദ്ദേഹം എനിക്കൊരു വ്യവസ്ഥയുണ്ട്. ഞാൻ ഇനി അസാധ്യമായ എന്തെങ്കിലും വ്യവസ്ഥയാണോ ഞാൻ ചോദിച്ചു, എന്താണ്? APJ അബ്ദുൽ കലാമിൽ നിന്ന് മാത്രമേ ഞാനത് സ്വീകരിക്കൂ. അപ്പോൾ APJ നമ്മുടെ യൂണിവേഴ്സിറ്റി സിസ്റ്റത്തിനകത്ത് വരുന്ന ഒരാളാണ്. അദ്ദേഹം വളരെ തിരക്കുമാണ്. എന്തായാലും ഞാൻ ശ്രമിക്കാമെന്ന് ഞാൻ കോണ്ടാക്ട് ചെയ്തപ്പോൾ 8 മാസം കഴിഞ്ഞൊരു തീയതിയെ APJ ഒരു ദിവസം ഫ്രീ ആകുന്ന 8 മാസത്തിന് ശേഷം അപ്പോൾ ഞാനത് ജസ്റ്റിസ് കൃഷ്ണയോട് അദ്ദേഹം പറഞ്ഞു, 8 മാസം കഴിഞ്ഞ് ഞാൻ ജീവിച്ചിരിക്കുമെന്നുള്ളതിന് അബ്ദുൽ കലാമിന് വല്ല ഉറപ്പുണ്ട്? ഞാൻ വിളിച്ച് ചോദിക്കാം. അയാൾ ഉടൻ അദ്ദേഹം വിളിച്ചിട്ട് ഇതേ ക്വസ്റ്റ്യനാണ്, നിങ്ങൾ 8 മാസം കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ ഇവിടെ ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പ് വരും തരാൻ പറ്റുമോ? APJ പറഞ്ഞ അടുത്ത ആഴ്ച വരാം. അപ്പോൾ അടുത്ത ആഴ്ച തന്നെ അപ്പോൾ വളരെ ദ്രുതഗതിയിൽ നമ്മൾ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യും. APJ ഇതിനു വേണ്ടി ചെന്നൈയിൽ നിന്നും നെടുമ്പാശ്ശേരി വരുന്നു. നെടുമ്പാശ്ശേരി നേരെ ഹൈക്കോടതിയിൽ വെച്ചായിരുന്നു ചടങ്ങ്. ഹൈക്കോടതിയിൽ വരുന്നു, ഈ ചടങ്ങ് കഴിയുന്നു, നേരെ നെടുമ്പാശ്ശേരി തിരിച്ചു പോകുന്നു. കറക്റ്റ് ടൈമിൽ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. ചെന്നൈക്ക് തിരിച്ചു പോകും. ഇതിനുവേണ്ടി മാത്രം വന്നു, വേറെ എങ്ങോട്ടൊന്നും വിടാതെ അദ്ദേഹം. അപ്പോൾ അങ്ങനെ അതെനിക്ക് ആലോചിക്കുമ്പോൾ വളരെ മനസ്സിൽ സംതൃപ്തി തോന്നുന്ന ഒരു സംഭവമാണ്. കാരണം ജസ്റ്റിസ് BR കൃഷ്ണൻ്റെ മനസ്സിലിങ്ങനെ ഒരു ദുഃഖത്തിൻ്റെ അല്ലെങ്കിൽ പ്രതിഷേധത്തിൻ്റെ ഒരു ചെറിയ കനലിങ്ങനെ ജ്വലിക്കുന്നത് ഞാൻ കാണുകയും അതിനെ ഒരു പ്രതിവിധി ചെയ്യാൻ എനിക്ക് പെട്ടെന്ന് തന്നെ സാധിക്കുകയും ചെയ്തെന്നുള്ളത് ഒരു സന്തോഷകരമായ അനുഭവമായി. പിന്നെ അദ്ദേഹത്ത് 2000 നിയമപരിഷ്കരണ കമ്മീഷൻ അതിന് പ്രവർത്തിച്ചു. അന്ന് അദ്ദേഹത്തിൻ്റെ അന്ന് വളരെ അക്ഷമനാണ്. നിയമങ്ങൾ ഇതൊന്നും പോരാ, പുതിയ നിയമങ്ങളുള്ള 104 ബില്ലുകൾ ഞങ്ങൾ ആ നിയമപരിഷ്കരണ കമ്മീഷൻ തയ്യാറാക്കി ഗവൺമെൻറ് 104, 1-2 അല്ല. അതൊക്കെ വളരെ പെട്ടെന്നാണ്, എന്ത് ഫാസ്റ്റായിട്ടാണ് നമ്മുടെ ഞാനൊന്നും ചെറുപ്പമാണ് പറയുന്നത്. നമുക്കൊന്നും എത്തിപ്പിടിക്കാൻ കഴിയാത്ത രീതിയിൽ ഭൗതികമായിട്ടും ഈ ഇൻ്റലക്ച്വൽ ലേബറും അതുപോലെ ഫിസിക്കൽ ലേബറും പോലും അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് വളരെ അവിസ്മരണീയമായ അവിശ്വസനീയമായ രീതിയിലാണ്. 104 ബില്ല് തയ്യാറാക്കി. അപ്പോൾ നമ്മുടെ നിയമവകുപ്പ് മന്ത്രി ഈ 104 ബില്ലും കൂടി ബൈൻഡ് ചെയ്ത് വോളിയമാക്കി നമുക്ക് റിലീസ് ചെയ്യണമെന്നുണ്ടായി ആശയം. അത് കൃഷ്ണയിലേക്ക് ചെയ്യണം. അവിടെ നമ്മൾ ഹോളൊക്കെ അവിടേക്ക് എടുത്ത് അത് ചടങ്ങ് ഓർഗനൈസ് ചെയ്യും. നിയമവകുപ്പ് മന്ത്രി വന്നു, ഈ പ്രകാശ മന്ത്രി വഹിക്കാൻ പറ്റും. ആളെ ഞാൻ പറയാം, നിയമവകുപ്പ് മന്ത്രി നമ്മുടെ വിജയകുമാർ. പബ്ലിസിറ്റിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ് വിജയകുമാർ എന്ന് കരുതുന്നത്. അപ്പോൾ പബ്ലിസിറ്റി മനസ്സിൽ കണ്ടുകൊണ്ട് ഈ 104 ബില്ലിൻ്റെ റിലീസ് ഫംഗ്ഷൻ വയ്ക്കാനായിട്ട് വിജയകുമാർ മുൻകൈ എടുത്തു. നമ്മൾ ആ പരിപാടി ഓർഗനൈസ് ചെയ്തു. അവിടെ വെച്ച് റിലീസ് ചെയ്തിട്ട് കൃഷ്ണയുടെ ഒരു പുസ്തകം തന്നെ കൊണ്ട് എന്തിനു കൊള്ളാം. മന്ത്രിയുടെ മൊത്തം ചോദിക്കണം. 104 ബില്ല് ഈ 94 വയസ്സായ ഞാനും എൻ്റെ കൂടെ ഇവരെല്ലാവരും കൂടി ഒന്ന് തയ്യാറാക്കി ഗവൺമെൻറ് തന്നിട്ട് ഒരെണ്ണം ഇത് നിയമമാക്കാൻ നിങ്ങൾ എന്തെങ്കിലും നടപടിയെടുത്തോ? പിന്നെ താനോട്
റിലീസ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നതിൽ എന്താ അർത്ഥം? നിർത്തി പൊരിച്ചു എന്ന് പറയുന്നത് അതുപോലെ തൊലി വിരിക്കുന്ന രീതിയിൽ ഒരു പ്രസംഗം നടത്തി. പിന്നെ വിജയകുമാറായതെല്ലാം കഴിച്ച് ചിരിച്ചുകൊണ്ട് കേട്ടോണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പല വ്യക്തിത്വത്തിൻ്റെ പല വശങ്ങൾ, സ്വഭാവത്തിൻ്റെ പല വശങ്ങൾ, പല അനുഭവങ്ങൾ ഇങ്ങനെ ആലോചിച്ച ഒരുപാട് ഇങ്ങനെ എൻ്റെ മനസ്സിലേക്ക് വരും. അത് ഞാൻ പറയാൻ തയ്യാറാകുന്നില്ല. എന്തായാലും ജസ്റ്റിസ് കൃഷ്ണനെ ഇപ്പോൾ തിരസ്കരിക്കാനുള്ളൊരു പ്രവണത, അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ നിരാകരിക്കാനുള്ള ഒരു പുതിയ പ്രവണത. ഇപ്പോൾ സ്ഥാനം കഴിഞ്ഞ നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഇന്ത്യ DY ചന്ദ്രചൂഡ്, അദ്ദേഹം കൃഷ്ണർക്ക് തെറ്റുപറ്റിയെന്ന് വിശ്വസിക്കുന്നതിൻ്റെ ഒരു തെറ്റുമില്ല. പക്ഷെ അതല്ല, വ്യക്തിപരമായ അവഹേളനപരമായ രീതിയിലാണ് ആ ജഡ്ജ്മെൻറ്റിൽ കൃഷ്ണൻ മുമ്പെടുത്തൊരു നിലപാടാണ്. കാരണം കൃഷ്ണൻ എന്ന് പറഞ്ഞത് റിസോഴ്സസ് ഓഫ് ദ കമ്മ്യൂണിറ്റി, കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നൊരു വാക്കാണ്, സമൂഹത്തിൻ്റെ വിഭാഗം. ഇപ്പോൾ കൃഷ്ണൻ പറഞ്ഞു സ്വകാര്യ സ്വത്തും അതിൽ ഉൾപ്പെടും. അപ്പം ഇപ്പോൾ സുപ്രീം കോടതി പറയുന്നത് സ്വകാര്യ സ്വത്ത് അതിൽ ഉൾപ്പെടുത്താൻ പാടില്ല. സ്വകാര്യ സ്വത്ത് ഉൾപ്പെടുത്തിയില്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഒന്നും ടേക്ക് ഓവർ ചെയ്യാനോ പൊതുകാര്യങ്ങൾ ഉപയോഗിക്കുന്നൊന്നും പറ്റാതെ വളരെ അപകടകരമായ ഒരു പുതിയ ഡോക്ടറിൻ കൃഷ്ണയ്യർ മുന്നോട്ട് വച്ച ആശയത്തിന് ബദലായി അതിനെ നിരാകരിച്ചുകൊണ്ട് കൊണ്ടുവരാൻ ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ഇത് ഞാൻ പറയാൻ കാരണം, ജസ്റ്റിസ് PR കൃഷ്ണയുടെ പേരിൽ ഒരു അവാർഡ് നമ്മൾ ഏർപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് ഉപയോഗിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ കൂടി നമ്മൾ പ്രചരിപ്പിക്കാനും അതിനെതിരായ നീക്കങ്ങളെ ചെറുക്കാനും ഒക്കെ കൂടി ലോ ട്രസ്റ്റ് തയ്യാറാകണം എന്ന് സൂചിപ്പിക്കാനാണ് ഞാനിത് ഇവിടെ ഇപ്പോൾ പറയുന്നത്. പിന്നെ നിങ്ങൾക്കറിയാം, ഇതിനോടൊപ്പം 50,000 രൂപയുടെ ഒരു ചെക്കും തന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ ഇതിൽ ഈ സദസ്സിലുണ്ട്. അവർ ചോദിക്കുന്നത് എൻ്റെ ചെലവ് എപ്പോഴാണ്. അപ്പോൾ അവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഞാൻ പറയുകയാണ്, ഞാൻ ഈ തുക ഇതേപടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ നിന്നെടുത്ത് ചെലവ് ചെയ്യുമെന്ന് ആരും പ്രതീക്ഷിക്കില്ല. ഇത്തരമൊരു അവാർഡ് എന്നെ തിരഞ്ഞെടുത്തതിൽ ഞാൻ ഈ ലോ ട്രസ്റ്റ് നന്ദിപ്പെടുക. അതിനെപ്പറ്റി ഒരു വാചകം എനിക്ക് പറയാൻ, ഈ അവാർഡ് ഏർപ്പെടുത്തിയ വർഷം ഞാൻ എൻ്റെ ജൂറി ചെയർമാനായി. അപ്പോൾ ഇവർ വരും, ഇപ്രാവശ്യം ഏത് മേഖലയിൽ നിന്നുള്ള ആർക്കാണ് അവാർഡ് കൊടുക്കേണ്ടത് ചോദിക്കും. ഞങ്ങൾ കൂടി ഇന്ന് ആലോചിക്കും, ഞാൻ എൻ്റെ നിർദ്ദേശങ്ങൾ വയ്ക്കും. ഇപ്രാവശ്യം ഇവർ വന്നിട്ട് ഈ എന്നോട് ഇതിനെ കൂടി ആലോചിക്കുന്നില്ല. ഒരു പെട്ടെന്ന് വീട്ടിൽ വന്നിട്ട് സാർ ഒരു കാര്യം പറഞ്ഞാൽ സാറ് എതിർക്കരുത്, കാര്യം പറയും, ഇത്തരത്തെ അവാർഡ് സാറിന് തരാനാണ് ഞങ്ങളുടെ എല്ലാവരുടെയും തീരുമാനം. ഞാൻ പറഞ്ഞത് ഞാനിങ്ങ് എടുക്കുക എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയല്ലോ. ഞാനാണ് ആർക്ക് അവാർഡ് കൊടുക്കുന്നത് സാധാരണ സജസ്റ്റ് ചെയ്യും, ഒരു പേര് മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത് ഞാനാണ്. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് സാറ് തന്നെ എടുത്തോ, വേറെ ആർക്കും കൊടുക്കണ്ട എന്ന് പറയുന്നൊരു ഭംഗിയല്ലേ. അതുകൊണ്ടത് വേണമെന്ന് ഒന്നുകൂടെ ആലോചിക്കും. എനിക്കിപ്പോൾ കൃഷ്ണയുടെ പേരിലൊരു അവാർഡ് നിരസിക്കാൻ ഒരിക്കലും എനിക്ക് സാധിക്കില്ല. പക്ഷേ ഒന്നുകൂടി ആലോചിക്കാനുള്ള സമയം ഞാൻ നിങ്ങൾക്ക് തരികയാണ്. വീണ്ടും ഒന്നുകൂടെ പരിശോധിക്കുക, എന്നിട്ട് നല്ല ഫൈനലായ തീരുമാനമായിട്ട് വരിക. അപ്പോൾ വീണ്ടും പോയി ആലോചിച്ചിട്ടുണ്ടാവണം. ആലോചിച്ചിട്ട് അതേ തീരുമാനം തന്നെ അരക്കിട്ട് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. അത് പിന്നെ എനിക്കത് സ്വീകരിക്കാതിരിക്കാൻ സാധിക്കില്ല. അതിനുമായിട്ടുള്ള ആത്മബന്ധം, പതിറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന ഒരു ആത്മബന്ധം, അത് ആലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് സ്വീകരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു കടമയാണ്, കർത്തവ്യമാണ്. അത് സ്വീകരിച്ചു. അത് നിങ്ങളുടെ എല്ലാവരും മുന്നിൽ വെച്ച് സ്വീകരിക്കാൻ സാധിച്ചു എന്നുള്ളത് എനിക്ക് വളരെ സംതൃപ്തി നൽകുന്ന ഒരു കാര്യം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറയുന്നു. നമസ്കാരം. 2024 പുരസ്കാര ജേതാവായ ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ അവരുടെ മറുപടി പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. ഈ പരിപാടിയുടെ അധ്യക്ഷൻ ഷഹീദ് അഹമ്മദ്, സമ്മാനം നൽകിയ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത
ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, ജസ്റ്റിസ് അനിൽകുമാർ ലോകായുക്ത, ഹൈക്കോടതി ജഡ്ജിയായ ജസ്റ്റിസ് എൻ നഗരേഷ്, ഡോക്ടർ എൻ കൃഷ്ണകുമാർ, എന്നെ പഠിപ്പിക്കുകയോ ഞാൻ നിയമരംഗത്ത് പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ലെങ്കിലും ഞാൻ ഗുരുബദ്ധനായി കാണുന്ന ഡോക്ടർ എൻ കെ ജയകുമാർ അദ്ദേഹത്തോടൊപ്പം ഒരു അവാർഡ് വേദി പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ സ്വയം ബഹുമാനിതനായി വന്നത്. വേദിയിലും സദസ്സിലുമുള്ള മറ്റ് വിശിഷ്ട വ്യക്തികളെ, സുഹൃത്തുക്കളെ, ലോ ട്രസ്റ്റിൻ്റെ എല്ലാമായ അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ, അഡ്വക്കേറ്റ് സന്തോഷ് കുമാറിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം ഈ ചില അത്ഭുതങ്ങൾ കാണിക്കുന്ന ഒരാളാണെന്നാണ് ഞാൻ. ഈ അവാർഡൊക്കെ എനിക്ക് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഞാൻ അദ്ദേഹത്തെ പറ്റി അന്വേഷിക്കുന്നത്. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഒരുപക്ഷെ നിയമരംഗത്ത് പഠിക്കുകയും നിയമരംഗത്ത് താല്പര്യമുള്ളവരുമായിട്ടുള്ള നൂറുകണക്കിന് ആൾക്കാരുടെ ഗുരുവാണ് അദ്ദേഹം. അക്ഷരാർത്ഥത്തിൽ അദ്ദേഹത്തെ ദൈവതുല്യമായി പോലും കാണുന്ന എൻ്റെ സുഹൃത്തുക്കളുടെ മക്കളും ചെറുമക്കളും ഒക്കെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ ഇവരുടെ കാര്യങ്ങൾ പറയാതെ പോകാൻ പറ്റില്ല. ഡോക്ടർ ജയകുമാർ പറഞ്ഞ പോലെ സമൂഹത്തിൽ സാരവത്തായ സംഭാവന നൽകിയിട്ടുള്ള ആൾക്കാർക്ക് നൽകുന്ന അവാർഡാണ് ജസ്റ്റിസ് VR കൃഷ്ണയ്യ അവാർഡ്. 1987 ഞാനൊരു പത്രപ്രവർത്തകനായി തീരുകയും ഡൽഹിയിലെത്തി 2 വർഷം കഴിയുകയും ചെയ്തപ്പോൾ ജസ്റ്റിസ് VR കൃഷ്ണയ്യനോട് തന്നെ ഈ പത്രപ്രവർത്തന സംബന്ധമായ പത്രപ്രവർത്തനത്തിനൊരു ഓക്സിമോറൺ സ്വഭാവം കൊണ്ട് വിശ്വസിക്കുന്ന ഒരാളാണ്. ഓക്സിമോറൺ എന്ന് വെച്ചാൽ അതിൻ്റെ വിപരീതം അതിൻ്റെ ഉള്ളിൽ തന്നെ അടങ്ങിയിട്ടുണ്ട്. പത്രപ്രവർത്തനത്തിന് അങ്ങനെ സമൂഹത്തിൽ വലിയ സാരവത്തായ സംഭാവന നടത്താൻ പറ്റുമോ എന്നതിനെ പറ്റി വലിയ സംശയമുള്ള ഒരാളാണ് സത്യമായിട്ട്. VR കൃഷ്ണയ്യ അവാർഡ് നേരത്തെ കിട്ടിയ ആൾക്കാരുടെ ലിസ്റ്റ് എടുത്ത് നോക്കുക. നിയമം, ഭരണനിർവഹണം, സാഹിത്യം, ഇതിലൊക്കെ സ്ഥായിയായിട്ടുള്ള ഒരു സംഭാവന നൽകിയാൽ, നിങ്ങൾ നിയമത്തിലൊരു പുതിയ ഇന്റർപ്രിട്ടേഷൻ നൽകിയാൽ, അതിനെ വ്യാഖ്യാനിക്കുകയും ഒരു പുതിയ നിയമം ഉണ്ടാക്കുകയും ചെയ്താൽ അത് സ്ഥായിയായ സംഭാവനയാണ്. എല്ലാ കാലത്തേക്കും ഭരണനിർവഹണത്തിൽ V.S. അച്യുതാനന്ദനും ഉമ്മൻചാണ്ടിയും നൽകിയിട്ടുള്ള സംഭാവനകൾ അതിൽ ഏറ്റക്കുറച്ചിലുണ്ടാകാം. പക്ഷെ അത് ഒരുപാട് കാര്യങ്ങൾ സ്ഥായിയായിട്ടുണ്ട്. MT വാസുദേവൻ നായരുടെ സാഹിത്യം തലമുറകളായി, ഏതാണ്ട് 6 തലമുറകളായി ലോകത്ത് അങ്ങോളം ഇങ്ങോളമുള്ള പ്രത്യേകിച്ച് മലയാളികളെ അവരെ ജീവിതത്തെ നിയന്ത്രിക്കുന്നു, സ്വാധീനിക്കുന്നു, മുന്നോട്ട് വയ്ക്കുന്നു. പത്രപ്രവർത്തനം എങ്ങനെയാണ്? പത്രപ്രവർത്തനം ചരിത്രത്തിന്റെ ചെറിയ രൂപമാണെന്ന് വലിയ വലിയ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ചരിത്രം ഉണ്ടാക്കലാവുന്നില്ല. ജസ്റ്റിസ് VR കൃഷ്ണയ്യനോട് തന്നെ 1987 അദ്ദേഹം രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോൾ അദ്ദേഹത്തോടൊപ്പം ചിലപ്പോൾ യാത്ര ചെയ്യാൻ സാധിക്കുന്ന വ്യക്തി നിലയിൽ ഞാൻ ഈ ചോദ്യം ചോദിച്ചിരുന്നു: എവിടെയാണ് പത്രപ്രവർത്തനത്തിൽ സ്ഥായി സംഭാവന? അദ്ദേഹത്തിൻ്റെതായ സവിശേഷമായ രീതിയിൽ പറഞ്ഞു, പത്രപ്രവർത്തനം എന്ന് പറഞ്ഞാൽ നിരീക്ഷണവും അനാവരണവുമാണ്. ഒബ്സർവേഷൻ ആൻഡ് റിവലേഷൻ. അതിൽ നിന്നാണ് പിന്നീട് പല കാര്യങ്ങളും ഉണ്ടാകുന്നത്. അതുകൊണ്ട് നീ ഇതിന് സ്ഥായിയായിട്ടുള്ള സംഭാവന ഇല്ലാതൊന്നും പറയണ്ട എന്നൊന്നും പറഞ്ഞിരുന്നു. എന്നാലും എൻ്റെ സംശയം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. ഇപ്പോൾ ഭരണനിർവഹണത്തിലോ നീതി നിർവഹണത്തിലോ സാഹിത്യത്തിലോ ഒക്കെയുള്ള സംഭാവനയ്ക്ക് തുല്യമായ സംഭാവന നൽകാൻ പറ്റുന്ന ഒരു പണിയല്ല. എങ്കിലും
ഈ വർഷത്തെ 2024 അവാർഡിന് ചരിത്രത്തിൽ ആദ്യമായി ലോ ട്രസ്റ്റ് ഒരു മാധ്യമപ്രവർത്തകനെ തിരഞ്ഞെടുത്തതിൽ എനിക്കുള്ള സന്തോഷം ഇവിടെ അടയാളപ്പെടുത്തുന്നു. ഇന്ത്യയിൽ അങ്ങോട്ടുള്ള എല്ലാ മാധ്യമ പ്രവർത്തകർക്കും വേണ്ടി ലോ ട്രസ്റ്റിന്റെ ഇതുവരെയുള്ള വഴികളിൽ നിന്ന് മാറി സഞ്ചരിച്ചൊരു മാധ്യമ പ്രവർത്തകനെ തിരഞ്ഞെടുത്തിൽ എനിക്ക് വേണ്ടിയല്ല, ഇന്ത്യയിലെ എല്ലാ മാധ്യമ പ്രവർത്തകർക്കും വേണ്ടി ഈ ലോ ട്രസ്റ്റിന്റെ അവാർഡ് വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചതായി അറിയിക്കുന്നു. ഇതെല്ലാം കീഴ്മയിൽ മതയുന്ന കാലമാണ്. അതുകൊണ്ട് പോലും ഈ മാധ്യമരംഗത്തെ ഈ സമയത്ത് അടയാളപ്പെടുത്തിയത് മാധ്യമരംഗത്തിന് ഒരു അംഗീകാരം നൽകിയതിന് സവിശേഷമായ ചാരിതാർത്ഥ്യമുണ്ട്. ഇപ്പൊ ജയകുമാർ സാർ പറഞ്ഞു, എല്ലാം കീഴ്മേൽ പറയുന്നത് ജുഡീഷ്യറിയും അതിഭയങ്കരമായി കീഴ്മേൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പത്രപ്രവർത്തനം ആരംഭിച്ച കാലം മുതൽ 1983 മുതൽ നവംബർ 4 വരെ ജസ്റ്റിസ് BR കൃഷ്ണയ്യരെ അദ്ദേഹം വിമർശിക്കാം. ഡോക്ടർ ജയകുമാർ പറഞ്ഞത് അപവാദം പറയുന്ന തരത്തിൽ ഉള്ള ഭാഷ ഉപയോഗിച്ച് വിമർശിക്കാമോ? നിർഭാഗ്യവശാൽ തന്റെ അവസാന ദിനങ്ങളിൽ ജസ്റ്റിസ് ചന്ദ്രചൂഡ് ചെയ്തത് അത് തന്നെയാണ്. എല്ലാം കീഴ്മേൽ പറയുകയാണ്. മാധ്യമ പ്രവർത്തനവും കീഴ്മേൽ പറയുകയാണ്. ഇവിടെ ആശംസാ പ്രസംഗം നടത്തുന്നതിനിടയിൽ ആരാണ് പറഞ്ഞതെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മില്ല. അഡ്വക്കേറ്റ് മനോജ് കുമാറാണോ അഡ്വക്കേറ്റ് TS അജിത്താണോ എന്നറിയില്ല. എനിക്ക് തന്നിട്ടുള്ളൊരു വിശേഷം സ്വന്തം നിലപാട് ഉറച്ചു നിൽക്കുമ്പോഴും മാന്യമായിട്ടുള്ള പ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരാളാണെന്നുള്ളതാണ്. അത് ഞാൻ പൂർണ്ണമായിട്ടും ഏറ്റെടുക്കുകയാണ്. മാന്യമായിട്ട് അതങ്ങനെ ഏറ്റെടുക്കാനുള്ള കാര്യമുണ്ട്. 1989 N. റാമുമായിട്ട്, ഇന്ത്യ ഘട്ടത്തിൽ ഏറ്റവും വലിയ മാധ്യമപ്രവർത്തകർ ഒരാളായിട്ട് N. റാമുമായിട്ട് ഞാൻ ദീർഘമായ സംഭാഷണം നടത്തിയിട്ടുണ്ട്. അപ്പൊ അതേപോലെ ചോദിച്ചു, നമ്മളിപ്പോ വലിയ വലിയ പ്രത്യേക ബോഫേഴ്സ് അഴിമതി പുറത്തുകൊണ്ടുവന്ന് HW സബ്മറൈൻ അഴിമതി പുറത്തുകൊണ്ടുവന്ന സമയമാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ അമ്മാവനും ഹിന്ദുവിന്റെ അക്കാലത്തെ ചീഫ് എഡിറ്ററുമായിരുന്ന കസ്തൂരി തന്നെ ഈ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കില്ല എന്ന് തീരുമാനിച്ചു, കൊടുത്തില്ല. പിന്നീട് റാമിന് പത്രസമ്മേളനം നടത്തി പുറത്ത് ഇത് കൊടുക്കേണ്ടി വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, റാം, നിങ്ങളൊരു സ്ഥാപനത്തിനകത്ത് പ്രവർത്തിക്കുന്നു, നിങ്ങളുടെ എഡിറ്റർ പറയുന്നു നിങ്ങളുടെ ലേഖനം കൊടുക്കാൻ പറ്റില്ല, എന്നിട്ട് നിങ്ങൾ പുറത്ത് പത്രസമ്മേളനം നടത്തി കൊടുക്കുന്നത് സ്ഥാപനത്തിന്റെ അച്ചടക്കത്തിനും മര്യാദയ്ക്കും അംഗീകരിക്കാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഒരു ഭേദമായ അർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ശരിയല്ല. പക്ഷേ മാധ്യമ പ്രവർത്തനത്തിൽ എപ്പോഴും നമ്മൾ പാലിക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യം, എപ്പോഴാണ് നമ്മൾ അന്തസ്സിന്റെ അതിരുകൾ വിടുന്നത്, എപ്പോഴാണ് നമ്മൾ അന്തസ്സില്ലായ്മയുടെ അതിരുകൾ വിടുന്നത്, രണ്ടും നമ്മൾ നോക്കണം. അപ്പൊ ഞാൻ അന്തസ്സിന്റെ അതിര് വിട്ടൊന്നും പ്രവർത്തിച്ചിട്ടില്ല. അന്തസ്സിന്റെ അതിരുകൾക്കകത്ത് തന്നെ പ്രവർത്തിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഇപ്പോ മാധ്യമപ്രവർത്തനത്തിലെ പുതിയ രണ്ട് സങ്കേതങ്ങൾ, പോസ്റ്റ് ട്രൂത്ത് കാലത്തെ രണ്ട് സങ്കേതങ്ങൾ, ഒന്ന് ഔട്ട്റേജ് ജേർണലിസം എന്ന് പറഞ്ഞൊരു പരിപാടി. എന്ത് വന്നാലും പത്രപ്രവർത്തകർക്ക് എല്ലാ ദിവസവും വൈകുന്നേരം ഔട്ട്റേജ് വരും. ധാർമ്മിക രോഷം, കപട ധാർമ്മിക രോഷം. ടെലിവിഷനിൽ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. ഇതോടൊപ്പം വന്നിട്ടുള്ള വേറൊരു ട്രെൻഡാണ് ഹൈപ്പർ നഡ്ജിങ് എന്ന് പറയുന്നത്. ഹൈപ്പർ നഡ്ജിങ് എന്ന് പറഞ്ഞാൽ അതിന്റെ വിവർത്തനം അതിഭയങ്കര ചോദിച്ചൽ. അതിന്റെ മാധ്യമപ്രവർത്തനത്തിന്റെ ഭാഗമാണ്. അത് ഇവിടെ മാത്രമല്ല, ലോകം മുഴുവൻ അതിന്റെ ഭാഗമായിരിക്കും. അപ്പൊ അങ്ങനെയൊന്നും മാധ്യമപ്രവർത്തനം നടത്താതെ ചിലപ്പോൾ അത് ആകർഷകമായിരിക്കില്ല എല്ലാ ആൾക്കാർക്കും. കൂടുതലായിട്ട് എനിക്കറിയാം, ഞാനൊരു മാധ്യമ പരിപാടി നടത്തി കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന വ്യൂസ്
ഇവിടെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരെയോ അല്ലെങ്കിൽ ആരെങ്കിലും തെരുവിളിക്കുന്ന ചില മലയാളികളും മറുനാടൻ മലയാളികളും കിട്ടുന്ന വ്യൂ ഒന്നും കിട്ടിക്കൊള്ളുന്നില്ല, അത്രയും സ്വീകാര്യതൊന്നും കിട്ടിക്കൊള്ളുന്നില്ല, എനിക്കറിയാം. പക്ഷെ അങ്ങനെയല്ലാതെ ഈ മാന്യത ഏറ്റെടുത്തുകൊണ്ട് അന്തസ്സിൻ്റെ അതിരുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് മാധ്യമ പ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരു ധാരയെ ഇവിടെ അംഗീകരിച്ചതിനുള്ള ഒരിക്കൽ കൂടി അടിവരയിടുന്നു അതിനുള്ള ചാരിതാർത്ഥ്യവും സ്നേഹവും അറിയിക്കുകയാണ്. പിന്നെ എല്ലാത്തിനും ഇന്ന് എൻ്റെ ജന്മദിവസമാണ്. ആ ദിവസത്തിലാണ് എനിക്ക് അവാർഡ് നൽകുന്നത്. അപ്പോൾ കഴിഞ്ഞില്ല, ഇത് ഞാൻ യാദൃശ്ചികമായിട്ട് സന്തോഷത്തോട് പറഞ്ഞാണ്. ജീവിതത്തിൽ ഒരിക്കലും പരസ്യമായ ഒരു ജന്മദിന ആഘോഷം എനിക്ക് ഉണ്ടായിട്ടില്ല. ഇന്ന് ഈ സ്റ്റേജിൽ വെച്ച് എൻ്റെ മുന്നിൽ സമർപ്പിച്ചു. പിന്നെ അത് കൂടാതെ എൻ്റെ പുസ്തകമാണ് ഇവിടെ വന്ന അതിഥികൾക്കെല്ലാം നൽകിയത്. ഈ രണ്ട് കാര്യത്തിനും സ്വകാര്യമായ നിങ്ങൾ എന്നോട് ചെയ്യുന്ന തരത്തിലുള്ള സ്വകാര്യമായ പറയുന്ന സന്തോഷമാണ്, പക്ഷെ അത് പരസ്യമായി പറയുകയാണ്. നന്ദി, നമസ്കാരം. അടുത്തതായി ഈ ചടങ്ങിൽ പങ്കെടുത്ത വിശിഷ്ട അതിഥികൾക്കുള്ള ലോട്ടസിന്റെ ഉപഹാരം നൽകുകയാണ്. ഈ ഉപഹാരം നൽകുന്നതിനായി ബഹുമാനപ്പെട്ട ലോട്ടസ് ചെയർമാൻ അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ അവരെ ക്ഷണിക്കുന്നു. ആദ്യമായി ബഹുമാനപ്പെട്ട കേരള ലോകായുക്ത ജസ്റ്റിസ് എൻ അനിൽകുമാർ അവർക്ക് ലോട്ടസിന്റെ ഉപഹാരം നൽകുന്നു. ബഹുമാനപ്പെട്ട ഡോക്ടർ എൻ കെ ജയകുമാർ അവർക്ക് ലോട്ടസിന്റെ ഉപഹാരം നൽകുന്നു. ബഹുമാനപ്പെട്ട ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ അവർക്ക് ലോട്ടസിന്റെ ഉപഹാരം നൽകുന്നു. ബഹുമാനപ്പെട്ട ബാർ കൗൺസിൽ ചെയർമാൻ അഡ്വക്കേറ്റ് ടി എസ് അജിത് അവർക്ക് ലോട്ടസിന്റെ ഉപഹാരം നൽകുന്നു. ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സെക്രട്ടറി ഡോക്ടർ എൻ കൃഷ്ണകുമാർ അവർക്ക് ലോട്ടസിന്റെ ഉപഹാരം നൽകുന്നു. അടുത്തതായി സ്റ്റേറ്റ് അറ്റോർണിയും ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ മെമ്പറുമായ അഡ്വക്കേറ്റ് എൻ മനോജ് കുമാർ അവർക്ക് ലോട്ടസിന്റെ ഉപഹാരം നൽകുന്നു. ഈ ചടങ്ങിന്റെ അധ്യക്ഷനായിരുന്ന അഡ്വക്കേറ്റ് ഷഹീദ് അഹമ്മദ് അവർക്ക് ലോട്ടസിന്റെ ഉപഹാരം നൽകുന്നു. ബഹുമാനപ്പെട്ട തിരുവനന്തപുരം ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആനേര ബാലു അവർക്ക് ലോട്ടസിന്റെ ഉപഹാരം നൽകുന്നു. അതിനോടൊപ്പം തന്നെ ഇന്ന് നടത്തിയ പേപ്പർ പ്രസന്റേഷൻ മത്സരത്തിൽ ഒന്നാം സമ്മാനത്തിന് അർഹയായ അഡ്വക്കേറ്റ് ആബിദ് ഷെയ്ഖി, ഫസ്റ്റ് പ്രൈസായ 10,000 രൂപയുടെ ക്യാഷ് പ്രൈസിന് അർഹയായ അഡ്വക്കേറ്റ് ആബിദ് ഷെയ്ഖിയെ 10,000 രൂപയുടെ ചെക്ക് ഏറ്റുവാങ്ങുന്നതിന് സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. അഡ്വക്കേറ്റാണ്. ബഹുമാനപ്പെട്ട തിരുവനന്തപുരം ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആനേര ബാലു അവർക്ക് ലോട്ടസിന്റെ ഉപഹാരം നൽകുന്നു. ഈ ചടങ്ങിൽ കൃതജ്ഞത അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ലോട്ടസിന്റെ സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രേംകുമാർ അവരെ ക്ഷണിക്കുന്നു. ജയകുമാർ സാർ പറഞ്ഞതനുസരിച്ച് ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. കേരള ബാർ കൗൺസിലിൽ കഴിഞ്ഞ ദിവസം ഒരു തീരുമാനം കേരള മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്. കേരളത്തിലൊരു നിയമ സർവകലാശാല സ്ഥാപിക്കണം. ആ നിയമ സർവകലാശാലയ്ക്ക് ജസ്റ്റിസ് പി ആർ കൃഷ്ണയുടെ നാമധേയമിടണമെന്ന കേരള ബാർ കൗൺസിലിന്റെ റെസൊല്യൂഷൻ ബഹുമാനായ കേരള മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞ ദിവസം കൈമാറി. കേരള ശ്രീ പിണറായി വിജയൻ, ഓണറബിൾ ജസ്റ്റിസ് അനിൽകുമാർ സാർ, ഓണറബിൾ ജസ്റ്റിസ് എൻ വെങ്കടേഷ്, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, സുഹൃത്തുക്കളെ, ഡോക്ടേഴ്സ് അംഗങ്ങൾ, 2023-ലെയും 2024-ലെയും ജസ്റ്റിസ് പി ആർ കൃഷ്ണ അവാർഡുകൾ ഇന്നിവിടെ വളരെ നിലവിൽ നടത്താൻ കഴിയും. 2015 മുതലാണ് ഡോക്ടർ മകനീയമായ ജസ്റ്റിസ് പി ആർ കൃഷ്ണയുടെ സ്മരണ നിലനിർത്തുന്നതായി പുരസ്കാരമാണ് ചടങ്ങ് ആരംഭിച്ചത്. അന്ന് മുതൽ ഇന്ന് വരെ ഈ മകനീയ പുരസ്കാരം അത് എത്തേണ്ട കൈകളിൽ
അംഗീകാരമുള്ള വ്യക്തികളെത്തിക്കാൻ ശ്രദ്ധയും പ്രശ്നം സാധിച്ചിട്ടുണ്ട്. ഈ അവസരത്തിൽ നന്ദി പറയുവാൻ എൻ്റെ ആദ്യമായി നന്ദി പറയുന്നത് ഈ ചടങ്ങിൻ്റെ അധ്യക്ഷനും നോൺ ട്രസ്റ്റ് പാറ്റനും നോൺ ട്രസ്റ്റ് ചെയർമാൻ സന്തോഷ് സാറിൻ്റെ സീനിയറുമായ അഡ്വക്കേറ്റ് ഷഹീദ് അഹമ്മദ് സാറിനെയാണ്. അദ്ദേഹത്തെ നോൺ ട്രസ്റ്റ് പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തായി നന്ദി രേഖപ്പെടുത്തുന്നത് കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. ഇതൊക്കെ ദിവസമായിരുന്നിട്ടും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എഴുതി 2023 2024 പുരസ്കാരം ജേതാക്കൾക്ക് നൽകിയ അദ്ദേഹത്തിന് ഞാൻ നോൺ ട്രസ്റ്റ് പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തുകയും ഈ ചടങ്ങ് മഹത്തരമാക്കുകയും ചെയ്ത കേരള ലോകായുക്ത ജസ്റ്റിസ് എൻ അനിൽകുമാർ സാറിന് ഞാൻ നോൺ ട്രസ്റ്റ് പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തായി നന്ദി രേഖപ്പെടുത്തുന്നത് കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് എൻ നാഗേഷ് സാറിനാണ്. തങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി ഈ വേദിയെ മഹനീയമാക്കിയ അദ്ദേഹത്തിന് ഞാൻ നോൺ ട്രസ്റ്റ് പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നോൺ ട്രസ്റ്റ് 2023-2024 വർഷങ്ങളുടെ പുരസ്കാരം ഇന്ന് 2 മകൾ വ്യക്തികൾക്കാണ് സമ്മാനിച്ചത്. ഡോക്ടർ എൻ കെ ജയകുമാർ സാറും ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ സാറും. അതിലാദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നത് ഡോക്ടർ എൻ കെ ജയകുമാർ സാറാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി പുരസ്കാരം ഏറ്റുവാങ്ങിയ ആ ബഹുമുഖ പ്രതിഭയ്ക്ക് ഞാൻ നോൺ ട്രസ്റ്റ് പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടു. ട്രസ്റ്റിന്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വരികയും പുരസ്കാരം ഏറ്റുവാങ്ങുകയും ചെയ്ത ഉത്തമനായ മാധ്യമപ്രവർത്തകൻ ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണന് ട്രസ്റ്റിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തി. വളരെയധികം തിരക്കൾക്കിടയിൽ നമ്മുടെ ക്ഷണപ്രകാരം ഇവിടെ എത്തി വേദിയെ ധന്യമാക്കിയ കേരള നിയമസഭ സെക്രട്ടറി ശ്രീ കൃഷ്ണകുമാർ സാറിന് നോൺ ട്രസ്റ്റ് പേരിൽ നന്ദി രേഖപ്പെടുത്തി. അടുത്തായി നന്ദി രേഖപ്പെടുത്തുന്നത് അഡ്വക്കേറ്റ് ടി എസ് അജിത് സാറിനാണ്. ബാർ കൗൺസിൽ ഓഫ് കേരള ചെയർമാൻ. ട്രസ്റ്റിന്റെ ക്ഷണം സ്വീകരിച്ച് വിടുകയും ഈ ചടങ്ങിനെ ആശംസിക്കുകയും ചെയ്ത ശ്രീ അജിത് സാറിന് ട്രസ്റ്റിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തി. ട്രസ്റ്റിന്റെ ക്ഷണം സ്വീകരിച്ച് വിടുകയും ഈ ചടങ്ങിനെ ആശംസിക്കുകയും ചെയ്ത ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ മെമ്പറും സ്റ്റേറ്റ് അറ്റോർണിയുമായ ശ്രീ മനോജ് സാറിനും ട്രസ്റ്റിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തുകയും 2022 കൃഷ്ണ പുരസ്കാരമായ ഉമ്മൻചാണ്ടിയുടെ സഹധർമ്മിണിയായ മറിയാമ്മ മാഡത്തിനെ നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ട്രസ്റ്റിന്റെ ക്ഷണം സ്വീകരിച്ച് വിടുകയും ഈ ചടങ്ങിനെ ആശംസ ചെയ്യുകയും തിരുവനന്തപുരം ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആനാർ ബാലു സാറിനും ട്രസ്റ്റിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തി. അടുത്തതായി നന്ദി രേഖപ്പെടുത്തുന്നത് ട്രസ്റ്റിന്റെ ചെയർമാനും നമ്മുടെ പുതിയതായും കേരള ബാർ കൗൺസിൽ ട്രഷററും ആയ അഡ്വക്കേറ്റ് സന്തോഷ് സാറിനാണ്. നോൺ ട്രസ്റ്റിലെ എല്ലാമായ സന്തോഷ് സാറിന് നോൺ ട്രസ്റ്റിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ചടങ്ങ് ഒരു വൻ വിജയമാക്കാൻ കൂടെ പ്രവർത്തിച്ച എല്ലാ ട്രസ്റ്റ് മെമ്പേഴ്സിനും മാധ്യമപ്രവർത്തകർക്കും അഡ്വക്കേറ്റ് നമ്മുടെ ശില്പം നിർമ്മിച്ച ശ്രീ പ്രമോദ്, ലോ സ്റ്റുഡൻസ്, ടീച്ചേഴ്സ്, ട്രസ്റ്റ് ഭാരവാഹികളായ അഡ്വക്കേറ്റ് ഷമീൻ, അഡ്വക്കേറ്റ് ശിവലാൽ, അഡ്വക്കേറ്റ് മൗനു മോഹൻ എന്നിവർക്കും സൗണ്ട് ലൈറ്റ്സ് മറ്റെല്ലാവർക്കും ട്രസ്റ്റിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് മനസ്സിലാക്കി. നാഷണൽ